സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ അല്ലേ? സോ നമുക്ക് തുടങ്ങാം. എന്റെ പേര് മുഹമ്മദ് ഷാ എന്നാണ്. ഞാന് CA ഇന്റർ കഴിഞ്ഞ് ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്ലസ് ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇവിടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ ഒരു സ്ഥാപനമുണ്ട്, ഐക്യാംസ് അക്കാദമി എന്നാണ് പേര്. CA CME ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ് ഇവയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഷോർട്ടായിട്ട് എന്റെ ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് തരാനുള്ളത്. വഴിയെ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും റെസ്പോൺസ് ഒക്കെ നിങ്ങളും പറയേ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ നിങ്ങളിൽ എല്ലാവരും ഒരു പ്രാവശ്യം CMA ഇന്റർമീഡിയറ്റ് എഴുതിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യം എഴുതിയവരോടും എഴുതാത്തവരോടുമായിട്ട് ഞാൻ ആദ്യമേ പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ പഠിക്കുന്നത് കേവലം ഒരു BCOMോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ ഒന്നുമല്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു CMA എന്ന് പറയുന്ന കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന ഫുൾ നെയിം ഉള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. 3 വർഷം നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 വർഷം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്രമേൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ് CMA എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളിലൂടെ, ഹാർഡ് ഫേസസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകേണ്ടി വരും പാസ്സാകാൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നിങ്ങൾ നിലനിർത്തിയിട്ട് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത്രമേൽ വലിയ പാടുള്ള, പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സ് ഒന്നും അല്ല CMA എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പേടിച്ച് വിറച്ചിരുന്ന് പഠിക്കേണ്ട ഒരു കോഴ്സ് അല്ല CMA എന്ന് പറയുന്നത്. നിങ്ങൾ അത്രമേൽ കൂളായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സോഴ്സസും നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് CMA എന്ന് പറയുന്ന കോഴ്സ് ജയിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ബാക്കി ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, എക്സ്ക്ലൂഡിങ് CA CMA CS ACCA ഇതുപോലുള്ള കോഴ്സുകൾ അല്ലാത്ത ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി അടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങളുടെ പാസിലേക്ക് അല്ലെങ്കിൽ പാസ് മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മളുടെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആരെങ്കിലും എക്സാം എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടി നിങ്ങളുടെ എക്സാം ഹാളിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്തത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതാനുണ്ടാകും, ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എഴുതാൻ പോയപ്പോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്. ഓക്കെ, സോ നമ്മൾ തുടങ്ങുവാണ്. നിങ്ങൾക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അല്ലേ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാടാണോ എളുപ്പമാണോ? സ്വാലിയെ, പാടാണോ എളുപ്പമാണോ? സിമ്പിൾ. പിന്നെ ഇനി എന്താ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ പറയാനുള്ളത്? എങ്ങനെയുണ്ട്? പാടാണോ എളുപ്പമാണോ? ആർക്കും ഒന്നും പറയാനില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് ആർക്കും ഒന്നും പറയാനില്ല. ഓക്കെ, എനിവേ, നിങ്ങളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരാളെ കുറിച്ചാണ്. കരോളി ടെക്കാക്സ് എന്നാണ് അയാളുടെ പേര്. ഓക്കെ, കരോളി ടെക്കാക്സ്. അയാള് ഹംഗേറിയൻ ആർമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്.
ഹംഗേറിയൻ ആർമി. 1930 അയാൾ ഹംഗേറിയൻ ആർമിയിൽ ഇരിക്കുമ്പോഴാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് അയാൾ ഒളിമ്പിക്സിന്റെ വെന്യൂ ആയ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ അയാൾ ഷാർപ്പ് ഷൂട്ടറാണ്, റൈറ്റ് ഹാൻഡ് ഷാർപ്പ് ഷൂട്ടറാണ്. അയാൾ ഒളിമ്പിക്സിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എല്ലാ പരിശീലനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹംഗേറിയൻ ആർമിയിൽ അയാൾ വർക്കിലിരിക്കുമ്പോഴാണ് അയാളുടെ വലത് കൈ ബോംബ് പൊട്ടി നഷ്ടപ്പെടുന്നത്. റൈറ്റ് ഹാൻഡ് ഷാർപ്പ് ഷൂട്ടറായ ഹംഗേറിയൻ ആർമിക്കാരനായ കരോളി ടക്കാക്സ്. അയാളുടെ കഥ ഞാൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് പറയാനുണ്ടാവുന്ന ഒരു കാരണം, നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് എഴുതി തോറ്റുപോയവരായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു ഗ്രൂപ്പ് എഴുതി തോറ്റുപോയപ്പോൾ മനസ്സുമെടുത്ത് ഇത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന, അല്ലെങ്കിൽ ഈ കോഴ്സിനെ മാറ്റി വെക്കുന്ന വളരെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഒരാളെങ്കിലും എന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ ഈ കരോളി ടക്കാക്സിന് കഥ പറയുന്നത്. അയാളുടെ വലത് കൈ നഷ്ടപ്പെട്ടു. 1930 ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ അയാള് ഒളിമ്പിക്സിന് മെഡൽ വാങ്ങാൻ പോകാൻ വേണ്ടിയിരുന്ന ആളായിരുന്നു. അങ്ങനെ വലത് കൈ നഷ്ടപ്പെട്ട് കരോളി ടക്കാക്സ് ഏകാന്തവാസത്തിന് 6 മാസത്തേക്ക്, വാട്സപ്പ് ഇല്ലാത്ത, ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത കാലത്ത് അയാൾ 6 മാസം കരോളി ടക്കാക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാനില്ല. അയാളുടെ കുടുംബക്കാർക്കും അറിയില്ല അയാൾ എവിടെയാണെന്ന്, അയാളുടെ കൂട്ടുകാർക്ക് അറിയില്ല, അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്നവർക്ക് അറിയില്ല അയാൾ എവിടെയാണെന്ന്. അങ്ങനെ 6 മാസത്തിന് ശേഷം നാഷണൽ ഗെയിംസ് വന്നു. നാഷണൽ ഗെയിംസ് വന്നപ്പോൾ കരോളി ടക്കാക്സ് നാഷണൽ ഗെയിംസിൽ പ്രത്യക്ഷപ്പെടുകയാണ്. 6 മാസം എവിടെയാണെന്ന് പോലും അറിയാതിരുന്ന ഒരാൾ നാഷണൽ ഗെയിംസിൽ ലെഫ്റ്റ് ഹാൻഡ് ഷാർപ്പ് ഷൂട്ടർ ആയിട്ട് വന്ന് ഗോൾഡ് മെഡൽ വാങ്ങാണ്. അതിനുശേഷം 1934 അയാള് ഒളിമ്പിക്സിന് വന്നു. ഒളിമ്പിക്സിൽ റൈറ്റ് ഹാൻഡ് ഷാർപ്പ് ഷൂട്ടർ ആയിരുന്ന കരോളി ടക്കാക്സ് ലെഫ്റ്റ് ഹാൻഡ് ഷാർപ്പ് ഷൂട്ടർ ആയി മാറി ഒളിമ്പിക്സിൽ അയാൾ മെഡൽ വാങ്ങി. 1938 അടുത്ത ഒളിമ്പിക്സ് നടന്നു. അയാള് ഗോൾഡ് മെഡൽ വാങ്ങി. ഓക്കെ, കോൺസിക്യൂട്ടീവ് ഗോൾഡ് മെഡൽസ് ഇൻ ഒളിമ്പിക്സ്. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വികലാംഗനായ മനുഷ്യൻ, വലത് കൈയില്ലാത്ത മനുഷ്യൻ മെഡൽ വാങ്ങുന്നത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു. അത് മാത്രമല്ല, കോൺസിക്യൂട്ടീവ് ആയിട്ട് റൈറ്റ് ഷാർപ്പ് ഷൂട്ടിങ്ങിൽ 2 ഗോൾഡ് മെഡലുകൾ വാങ്ങുന്ന ഒരു മനുഷ്യൻ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു. ഈ കരോളി ടക്കാക്സിനെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. തോറ്റുപോയി എന്ന് കരുതി ഒളിച്ചോടലല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും നല്ല ഒരു കരിയറിന്റെ പുറകെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോ ആ കരിയർ നിങ്ങൾക്കും എനിക്കും, അല്ലെങ്കിൽ നമ്മളുടെ പുറകെ വരുന്നവർക്കും ഗുണമുണ്ടാകണമെങ്കിൽ നമ്മൾ അതിൽ വർക്ക് ചെയ്യണം, നമ്മൾ അതിൽ ഡെഡിക്കേറ്റഡ് ആകണം. ഓക്കെ, നിങ്ങളുടെ ഈ കരിയറിന്റെ ഏറ്റവും വലിയ ഗുണം, നിങ്ങളുടെ 3 വർഷം ഈ കരിയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കരിയർ 30 വർഷം സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ തന്നുകൊണ്ട് ഞാൻ എന്റെ പോർഷനിലേക്ക് കടക്കാണ്. നിങ്ങൾക്കറിയാമായിരിക്കും അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ. അറിയോ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണ്? അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ അറിയൂ? അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ അറിയോ? ആർക്കും അറിയില്ല അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ? ആർക്കും അറിയില്ല അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ? യെസ്, അറിയാം. ഇനി ആർക്കാ അറിയാവുന്നേ? സാലിൻ, നസ്ലയ്ക്ക് അറിയാം. പിന്നെ ആർക്കാ? ഫാത്തിമ, ഫഹീമയ്ക്ക് അറിയാം. പിന്നെ കുറെ പേർക്ക് അറിയാം അല്ലെ? അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ കുറെ പേർക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അറിയാമെന്ന് പറയാനുള്ള മടി കൊണ്ടായിരിക്കും നിങ്ങളൊന്നും പറയാത്തത് എന്ന ഒരു വിശ്വാസത്തിൽ ഞാൻ ഫ്രണ്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറയുന്നത്, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അക്കൗണ്ടിങ് ഒരു ആർട്ടാണ്. ഓക്കെ, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. എന്ത് ആർട്ടാണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് കാര്യം പറയുന്നത് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ് എന്നാണ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. രണ്ടാമത് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് എ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈങ്. ഓക്കെ, അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈങ്. മൂന്നാമത് പറയുന്നത് സമ്മറൈസിങ്.
അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്. എന്നിട്ട് പറയാണ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, in a significant manner and in terms of money, transactions and events which are in part at least having a financial character and interpreting the result thereof. അപ്പോ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറയുന്നത് അക്കൗണ്ടിങ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. ആ 3 പാർട്സ് എന്ന് പറയുന്നത് 1 റെക്കോർഡിംഗ് ആണ്, 2 ക്ലാസിഫയിങ് ആണ്, 3 സമ്മറൈസിംഗ് ആണ്. ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, എന്താണ് സിഗ്നിഫിക്കന്റ് മാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സിഗ്നിഫിക്കന്റ് മാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന രീതിയിൽ അതിനെ റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, പൈസയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള സംഭവങ്ങളാണ് നമ്മൾ എവിടെ ചെയ്യാൻ പോകുന്നത്, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. അടുത്തത് പറയുന്നത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് which are in part at least having a financial character, അതായത് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ഇത്രയുമാണ്. ഡെഫിനിഷൻ ആയിട്ട് അക്കൗണ്ടിങ്ങിന്റെ നമ്മൾ പഠിച്ചത് +1 മുതൽ പഠിക്കുകയാണ് കൊമേഴ്സിൽ, അല്ലെ? +1 മുതൽ പഠിക്കുകയാണ്, അല്ലേ? +1 മുതൽ പഠിക്കുന്നില്ലേ കൊമേഴ്സുകാര്? നിങ്ങള് +1 മുതൽ പഠിക്കാനാണ്. അപ്പോ നമ്മള് ഈ ഡെഫിനിഷനിലേക്ക് നോക്കുമ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. അപ്പോ മണി ടേംസിലുള്ള, മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്? ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. വാട്ട് ഈസ് മീൻ ബൈ എ ട്രാൻസാക്ഷൻ? give something and take something. അതിനാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ 2 പാർട്ടീസ്. ഓക്കെ, 2 പേർക്കിടയിൽ നടക്കുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന അക്ഷരയ്ക്ക് ഞാൻ പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു. അക്ഷര എനിക്ക് പൈസ തന്നു, അല്ലെങ്കിൽ അക്ഷര എനിക്ക് പൈസ തന്നു, ഞാൻ ക്ലാസ് കൊടുത്തു. ഓക്കെ, ദർ ഇസ് എ ട്രാൻസാക്ഷൻ ഒക്വേർഡ്. ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ഇവന്റ്? എന്താണ് ഇവന്റ് എന്ന് പറഞ്ഞാൽ? there occurred something, ഒരു സംഭവം നടന്നു. ആ സംഭവം, ഫോർ എക്സാമ്പിൾ, ഒരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസിന് തീ പിടിച്ചു. ഫയർ ഒക്വേർഡ്. ഇറ്റ്സ് ആൻ ഇവന്റ് ഒക്വേർഡ്. ഒരു ഇവന്റ് ഒക്വയർ ചെയ്തിട്ടുണ്ട്. അതിന് എന്തുണ്ട്? മോണിറ്ററി ടേംസ് ഉണ്ട്. ഫയർ ഒക്വയർ ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? ഒരു ലോസ് സംഭവിച്ചിട്ടില്ലേ? അതിനാണ് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഹാവിംഗ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഇതിന് എന്തുണ്ട്? ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ട്. നമ്മൾ മോണിറ്ററി ടേംസിന് മേളിൽ പറഞ്ഞിരുന്നു. ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള എല്ലാ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സിനെ റെക്കോർഡ് ചെയ്യുന്നതിന്, ക്ലാസിഫൈ ചെയ്യുന്നതിന്, സമ്മറൈസ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറഞ്ഞത് ഓക്കെയാണോ? ആൻഡ് ലാസ്റ്റ് ഡെഫിനിഷന്റെ ലാസ്റ്റ് പാർട്ടായിട്ട് പറയുന്നത് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയറോഫ് എന്നാ. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയറോഫ്. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയറോഫ്. എന്തിനു വേണ്ടിയാണ് ഒരു അക്കൗണ്ടന്റിനെ വെച്ച് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്? സപ്പോസ് വി ആർ ദ ബിസിനസ് ഓണേഴ്സ്, നമ്മളാണ് ബിസിനസ് ഓണേഴ്സ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് ഒരു അക്കൗണ്ടന്റിനെ വെച്ച്? എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും? ആ വോയിസ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങൂലേ? എന്തിനു വേണ്ടിയായിരിക്കും? ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഫിനാൻഷ്യൽ പൊസിഷൻ. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ. റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ. റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ എന്ന്. റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോ നമ്മൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് ആ ഡെഫിനിഷന്റെ ലാസ്റ്റ് പാർട്ട് പറയുന്നത് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ് എന്നാണ്. ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നത് ഇന്റർപ്രറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇതിന്റെ റിസൾട്ട് എന്താണ്? അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു എന്റർപ്രൈസ് റൺ ആയി, ആ എന്റർപ്രൈസസിന് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ? റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ അതിന്റെ ഡേ ടു ഡേ ബേസിസിൽ അത് സെയിലും പർച്ചേസും നടത്തി കഴിഞ്ഞിട്ട് ഇഫ് ദർ ഇസ് എ ലോസ് ഓർ പ്രോഫിറ്റ്, അവിടെ ലോസ് ഉണ്ടോ പ്രോഫിറ്റ് ഉണ്ടോ എന്നറിയണം. വേണ്ടേ? കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണോ, കമ്പനി ഇവിടെ വെച്ച് നിർത്തണോ എന്നറിയണ്ടേ? അപ്പോ അതിനുവേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ വി ഷുഡ് ഹാവ് ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ആൻ എന്റർപ്രൈസ്, റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ. അതിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ് വി ഹാവ് ടു ഫൈൻഡ് ഈസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ബാലൻസ് ഷീറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, കമ്പനിക്ക് വാട്ട് ആൻ എൻറ്റിറ്റി ഓൺസ് ആൻഡ് വാട്ട് ആൻ എൻറ്റിറ്റി ഓവ്സ്. ഒരു എൻറ്റിറ്റിക്ക് എന്തെല്ലാം ഉണ്ട് സ്വന്തമായിട്ട്, എന്തെല്ലാം അത് കൊടുക്കാനുണ്ട്. ഫിനാൻഷ്യൽ പൊസിഷൻ അത് എങ്ങനെയാണ് നിൽക്കുന്നത്, അതിന്റെ അവസ്ഥ എന്താണ്, എന്തെല്ലാം കമ്പനിയുടെ കയ്യിൽ ബാലൻസ് ഇരിക്കുന്നുണ്ട്, എന്തെല്ലാം കമ്പനി കൊടുക്കാനുണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഇതും അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ പാർട്ടായിട്ട് വരുന്നത്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് അത് യൂസേഴ്സിന് ഇന്റർപ്രറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കലാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആർ യു ഓക്കെ? ഒരു സെക്കൻഡ്, ഞാൻ എന്റെ ലാപ്പ് ഒന്ന് ചാർജർ കുത്തിക്കോട്ടെ. സെക്കൻഡ്. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? സോ നമുക്ക് ഒരുമിച്ച് പറയാം അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് in a significant manner and in terms of money, transactions and events which are in part at least having a financial character and interpreting the result thereof. അപ്പോ ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോ ആർക്കാണ് ഈ റിസൾട്ട്സ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, there are two users of financial statements, internal യൂസറും എക്സ്റ്റേണൽ യൂസറും. ഓക്കെ ആണോ? രണ്ട് യൂസേഴ്സ് ഉണ്ട്, ഇന്റേണൽ യൂസറും എക്സ്റ്റേണൽ യൂസേഴ്സും. അപ്പോ ഇന്റേണൽ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ മാനേജ്മെന്റ്, കമ്പനിയുടെ എംപ്ലോയീസ്, അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. ഓക്കെ, കമ്പനിയുടെ ഇൻഹൗസിലുള്ള ആളുകൾക്കാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓണർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടർ, മാനേജർ, അല്ലെങ്കിൽ കമ്പനിയുടെ എംപ്ലോയീസ്, ഇതുപോലെയുള്ള ആളുകളാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ, എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? കമ്പനിയുടെ ഡെപ്റ്റർ, കമ്പനിയുടെ ക്രെഡിറ്റർ, കമ്പനിയുടെ ഇൻവെസ്റ്റർ, അതുപോലെയുള്ള ആളുകളാണ്. പിന്നെ ബാങ്ക് ഇവരൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഈ റിസൾട്ടിനെ വെരിഫൈ ചെയ്യുന്നതും റിസൾട്ടിനെ നോക്കുന്നതും. ഓക്കെ ആണോ? എന്തിനു വേണ്ടിയായിരിക്കും ഈ ബാങ്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചെക്ക് ചെയ്യുന്നത്? ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി തിരിച്ചടയ്ക്കുമോ എന്ന് അറിയണം. വേണ്ടേ? ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസക്ക് റിട്ടേൺ തിരിച്ചു കിട്ടുമോ എന്നറിയണം. അവരുടെ ക്യാഷ് അവിടെ ഗ്യാരണ്ടീഡ് ആയിട്ട് കിടക്കുമോ എന്നറിയണം. വേണ്ടേ? ഡെപ്റ്റേഴ്സിന്
ഡെപ്റ്റേഴ്സിന് ഇവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി പിറ്റേ ദിവസം ഇവർ പിന്നെ സാധനം തരാതെയായി, അല്ലെങ്കിൽ ഇവർ പൂട്ടിപ്പോയി. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന സപ്ലയറെ വിട്ടിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ എന്തറിയണം? ഇയാൾ റെഗുലർ ആയിട്ട് സപ്ലൈ ചെയ്യുമെന്ന് അറിയണം. ക്രെഡിറ്റർ ഇയാൾക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ പൈസ തരുമെന്ന് അറിയണം, വേണ്ടേ? അപ്പൊ ഇതൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും, ഇതിനൊക്കെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ആ, അപ്പോ അവിടം കൊണ്ട് അതും തീർന്നു, അവിടം കൊണ്ട് അതും തീർന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിങ്ങിന്റെ റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും സമ്മറൈസിങ്ങും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനു മുന്നേ അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് തിയറീസ് ഉണ്ട് അല്ലെ? എങ്ങനെയുണ്ട് അക്കൗണ്ടിങ്ങിന്റെ തിയറീസ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അക്കൗണ്ടിങ്ങിന്റെ തിയറീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പിന്നെ ആരാ പഠിച്ചിരുന്നത്? ഇന്ന് നമ്മൾ സ്ലോ പേസിൽ എടുക്കുള്ളൂ. ഇന്ന് നമ്മൾ തുടങ്ങല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. നാളെ മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ കേട്ടോ. അപ്പോ ഇന്ന് നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ ചെറിയ ചെറിയ ഈ അക്കൗണ്ട്സിൽ ബിരിയാണിയില് മറ്റേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കിടക്കൂലേ, അതുപോലെ അക്കൗണ്ട്സിൽ കുറച്ച് തിയറി ഉണ്ട്. അക്കൗണ്ട്സിൽ കുറേ പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് കുറച്ച് തിയറി ഉണ്ട്. ആ തിയറിയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് നിർത്താം കേട്ടോ. അപ്പോ അക്കൗണ്ടിങ് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു. ഈ അക്കൗണ്ടിങ്ങിന് സപ്പോസ് ഞാൻ ഇവിടെ മൂവാറ്റുപുഴയിൽ ഇരുന്ന് ഞാൻ അക്കൗണ്ടിങ് ചെയ്യാണ്, എനിക്ക് അറിയാം, എന്തൊക്കെയോ അറിയാം. എന്നിട്ട് ഞാൻ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം എല്ലാ സാധനങ്ങളും ഞാൻ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ക്രെഡിറ്റിന് ഇപ്പോൾ ഉള്ള അക്കൗണ്ടിങ്ങിന്റെ ഗോൾഡൻ റൂൾസ് പ്രകാരം, അക്കൗണ്ടിങ്ങിന്റെ ജേണൽ തിയറീസ് പ്രകാരമുള്ള സാധനങ്ങൾക്ക് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഡെബിറ്റ്, ഇവിടെ നമ്മളുടെ ഗോൾഡൻ റൂൾസിൽ ഉള്ളത് ഡെബിറ്റ് ആണെങ്കിൽ ഞാൻ ഫുള്ള് ക്രെഡിറ്റ് ചെയ്യാണ്. ഗോൾഡൻ റൂൾസിൽ ക്രെഡിറ്റ് ആണെങ്കിൽ അതിനെ ഞാൻ ഫുള്ള് ഡെബിറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ അക്കൗണ്ടിങ് തെറ്റാണെന്ന് പറയാനൊന്നും പറ്റില്ല. ഞാൻ എന്റേതായ രീതിക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഇതിനെ എന്റെ യൂസേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി പാകത്തിന് കൊടുക്കുകയാണ്. ബട്ട് എന്റെ യൂസേഴ്സിന് മാത്രമേ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ എന്റെ ഈ ഒരു ബുക്സ്, എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ എന്റെ ജേണൽ ലെഡ്ജർ ഒക്കെ ഞാൻ കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും കൊടുക്കുവാണ്. അപ്പൊ അവര് ചോദിക്കും, നീ എന്നെ ഈ കാണിച്ചു വെച്ചേക്കണെന്ന് ചോദിക്കും, ഇല്ലേ? അപ്പോ അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി അക്കൗണ്ട്സിന് കുറച്ച് പ്രിൻസിപ്പിൾസിലേക്ക്, കുറച്ച് കൺസെപ്റ്റ്സിലേക്ക്, കുറച്ച് കൺവെൻഷൻസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസിലേക്ക് അക്കൗണ്ട്സിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വച്ചിരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, കൺസെപ്റ്റ്സിനെ കുറിച്ച്, കൺവെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒന്നും എത്ര എണ്ണം ഉണ്ടെന്നോ, അല്ലെങ്കിൽ എല്ലാം റെലവെന്റ് ആണോ എന്നോ, അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇതൊക്കെ ഉണ്ട് താനും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ്. അല്ലാതെ അതിനൊരു പർട്ടിക്കുലർ ലിസ്റ്റ്, സ്പെസിഫിക് ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ്, കൺവെൻഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോ എന്തിനു വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും കൺസെപ്റ്റ്സും ഒക്കെ ഫോളോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വായിക്കാം ഒന്ന് ജസ്റ്റ്. ഇൻ ഓർഡർ ടു എൻഷുവർ, നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. In order to ensure the uniformity and consistency in record keeping, അതായത് യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി the accounting profession has developed the rules, conventions, standards and procedures which are generally accepted and universally practiced. The common set of rules, conventions, standards and procedures are referred as generally accepted accounting principles. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്യാപ്പ് എന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിൽ നിങ്ങൾ എത്ര ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഈ ഗ്യാപ്പ് എന്ന് ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? കേട്ടിട്ടില്ലേ? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കേട്ടിട്ടുണ്ട്. അപ്പോ എന്തിനു വേണ്ടിയാണ് അക്കൗണ്ട്സിൽ ഈ പ്രിൻസിപ്പിൾസും കൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, in order to ensure the uniformity and consistency in record keeping. അതായത് ഒരു റെക്കോർഡ്, ഇപ്പൊ സപ്പോസ് ഞാൻ വണ്ടർലയുടെ ഓണർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സിൽവർ സ്റ്റോൺ
അതുപോലെ തന്നെ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് അല്ലെ. അപ്പോ വണ്ടർലയും സിൽവർ സ്റ്റോമും തമ്മിൽ അമ്യൂസ്മെന്റ് പാർക്കുകൾ ആയതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് വണ്ടർല ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് സിൽവർ സ്റ്റോം പടവലങ്ങ പോലെ കീഴ്പോട്ട് പോകുന്നത് ഇല്ലേ. അങ്ങനെ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും വണ്ടർല ഇങ്ങനെ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? വണ്ടർല എന്നും അപ്ഡേറ്റഡ് ആണ്, എന്നും അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ വണ്ടർല അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് വണ്ടർലയിലേക്ക് പുതിയ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പോയവർ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് വണ്ടർലയുടെ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ കൂടാൻ കാരണം. അപ്പോ ഇവര് തമ്മിലുള്ള അക്കൗണ്ട്സ് യൂണിഫോം ആണെങ്കിൽ ഇവരുടെ അക്കൗണ്ട്സ് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ കമ്പയറബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ ഇത്തവണ ചെയ്തതുപോലെ തന്നെ അടുത്ത തവണയും ചെയ്യണം, അതിനുവേണ്ടി റെക്കോർഡ് കീപ്പിംഗിൽ അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗിൽ അത് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സും കൺവെൻഷൻസും പ്രൊസീജിയേഴ്സും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് ദിസ് സെറ്റ് ഓഫ് റൂൾസ്, കൺവെൻഷൻസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ generally referred as generally accepted accounting principles. ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ സെറ്റ് ഓഫ് ദ കോമൺ സെറ്റ് ഓഫ് റൂൾസ്, കൺവെൻഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ referred as generally accepted accounting principles. Okay, accounting principles in the generally accepted formulas ആണ് അത്. ഇനി in India financial statements are prepared on the basis of AS by ICAI and applicable statutes. ഇന്ത്യയില് AS ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, കേട്ടിട്ടുണ്ടാവും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇന്ത്യയില് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിങ്ങളല്ല പ്രിപ്പയർ ചെയ്യുന്നത്, CA കാരാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ICAIയുടെ ബോർഡാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചാണ് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് there are 3 types of, ഇന്ത്യയിൽ തന്നെ 2 സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒന്ന് സിമ്പിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും രണ്ട് കമ്പനീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ASഉം ഇനി ഇന്റർനാഷണൽ ലെവലിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള IFRS, അത് ഇന്റർനാഷണൽ ലെവലിലാണ് IFRS. ഓക്കെ, അപ്പോ ഇങ്ങനെ 3 തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് വെച്ചാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ നമുക്ക് നോക്കാം ഇനിയുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ദ നോംസ് ഓർ റൂൾസ് വിച്ച് ആർ ടു ബി ഫോളോവഡ് ഇൻ treating various items of assets, liabilities, expenses, incomes, etc. Okay, accounting principles എന്ന് പറയുന്നത് norms or rules which are to be followed in treating various items of assets, liabilities, expenses and incomes, etc. അതായത് അത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ആണ്. ഇത് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം. അപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. നമ്മുടെ AS2 പറയുന്നത്, നമ്മുടെ കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത്, ഇതെല്ലാം ഈ സെയിം കാര്യം തന്നെയാണ്. ഫിക്സ്ഡ് അസറ്റ് ഷുഡ് ബി ഡിപ്രീഷിയേറ്റഡ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഫിക്സ്ഡ് അസറ്റ് എന്നും കോസ്റ്റ് കാണിക്കുകയല്ല, എല്ലാ വർഷവും അതിന് വരുന്ന ഡിപ്രീസിയേഷനിൽ, അതിന് വരുന്ന വാല്യൂ റിഡക്ഷൻ നമ്മൾ P&L ചാർജ് ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് കൊണ്ടുവരികയാണ്. വാല്യുവേഷൻ നോംസ് ഓഫ് കറന്റ് ആൻഡ് പെർമനന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എക്സെട്ര നമുക്ക് ആവശ്യമില്ല. ദേ അഷ്യൂർ യൂണിഫോമിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഞാൻ ഇവിടെ മൂവാറ്റുപുഴയിൽ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ എന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ, നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, കേരളത്തിലാവട്ടെ, പുറത്താവട്ടെ, ഇന്ത്യയിലാവട്ടെ, ദുബായിലാവട്ടെ, എവിടെയാണെങ്കിലും ഞാനും ചെയ്യുന്നത് ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് ആയിരിക്കാൻ വേണ്ടി, ഞാനും നിങ്ങളും ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ബേസിക് നോളജ് ഉള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ പ്രിൻസിപ്പിൾസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ആർ സ്പ്ലിറ്റ് ഇൻ ടു അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആയിട്ടും അക്കൗണ്ടിങ് കൺവെൻഷൻസുമായിട്ട് പ്രിൻസിപ്പിളിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾസ് നമുക്ക് രണ്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ്. എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ്? എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ assumptions and conditions that define the parameter and constraints within which the accounting operates. അക്കൗണ്ടിങ് നടക്കുന്ന ഒരു പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുന്നതാണ് അസംഷൻസ് ആൻഡ് കണ്ടീഷൻസ്. കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പ്യുവർലി സയന്റിഫിക്. അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ തന്നെ പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് ഈസ് നോട്ട് എ പ്യുവർ സയൻസ് ആൻഡ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ആർട്ട്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആർട്ടും സയൻസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അതിനകത്ത് എന്തുകൊണ്ട് ഡെബിറ്റ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തുകൊണ്ട് അസറ്റിനെ ഡെബിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു, എന്തുകൊണ്ട് ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്തു, എന്തുകൊണ്ട് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ദർ ഈസ് നോ ആൻസർ. അതൊരു യൂണിഫോമിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ജേണൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് അതിനൊരു യൂണിഫോമിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് കനോട്ട് ബി പ്രൂവൺ. അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുകയാണ് ഞാൻ എന്റെ കമ്പനിയിൽ ഇങ്ങനെ ചെയ്യുള്ളൂ, ആൻഡ് ഇറ്റ്സ് എഗെയിൻസ്റ്റ് അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആണ്. ബട്ട് അതിനകത്ത് തെറ്റൊന്നുമില്ല. സോ ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയാൻ പറ്റില്ലാത്ത കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അക്കൗണ്ടൻസി ഈസ് നോട്ട് എ പ്യുവർ സയൻസ് എന്ന് പറയുന്നത്. അപ്പോ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് അസംഷൻസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അസംഷൻസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, അസംഷൻസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അസംഷൻസ് ആൻഡ് കണ്ടീഷൻസ്. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ വിച്ച് ഈസ് ടേക്കൺ ടു ബി സെൽഫ് എവിഡന്റ് ഓർ ആക്സിയോമാറ്റിക്. അതായത് അത് സെൽഫ് എവിഡന്റ് ആണ്, അത് സ്വയമേ എവിഡന്റ് ആണ്. ഇനി ഓർ ആക്സിയോമാറ്റിക്. ആക്സിയോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഡസ് നോട്ട് റിക്വയർ ടു ബി പ്രൂവ്ഡ്. അത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്, അതിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സാധനം. ഓക്കെ ആണോ? ഓക്കെ ആണോ? നോ അതോറിറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ദീസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിനൊന്നും എന്തില്ല, അതോറിറ്റേറ്റീവ് ലിസ്റ്റ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ എന്നൊന്നും അതിന് ആധികാരികമായ ഒരു ലിസ്റ്റും ഇല്ല. ഓക്കെ, അറിയോ? ഓക്കെ, അറിയോ? ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, രണ്ടുപേർക്കാണോ മനസ്സിലാവുന്നുള്ളൂ? ബാക്കി ആർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ആ സന്തോഷം. അപ്പോ നമുക്ക് നോക്കാം അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റ്സ്. കുറെ കൺസെപ്റ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് കൺസെപ്റ്റ്സ് നമ്മുടെ കയ്യിൽ നമ്മൾ കോമൺ ആയിട്ട് പഠിച്ച, നമ്മൾ +1ഉം +2 അത് കഴിഞ്ഞിട്ട് CMA ഫൗണ്ടേഷൻ വഴി വന്നവരാരെങ്കിലും ഉണ്ടോ? ഫൗണ്ടേഷൻ വഴി വന്നവര്? ക്യാറ്റ് അല്ല, ഫൗണ്ടേഷൻ വഴി വന്നവരുണ്ട്. ഓക്കെ, ഫൗണ്ടേഷനിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വരുവാണ്. ഫസ്റ്റ് ലിസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. ഓക്കെ, പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ പീരിയോഡിസിറ്റി കൺസെപ്റ്റ്? എന്താണ് പീരിയോഡിസിറ്റി കൺസെപ്റ്റ്? വാട്ട് ഈസ് മീൻ ബൈ പീരിയോഡിസിറ്റി കൺസെപ്റ്റ്? നമുക്ക് നോക്കാം. അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഫോർ എ ഫിക്സ്ഡ് പീരിയഡ്, യൂഷ്വലി എ ഇയർ. അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഫിക്സ്ഡ് പീരിയഡിലേക്ക് വേണ്ടിയാണ്. യൂഷ്വലി അൻ ഇയർ. അപ്പോ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത്, നമ്മളൊരു കമ്പനി തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ആ കമ്പനി കാലാകാലം നിലനിന്ന് അതിൽ നിന്ന് കാലാകാലം പ്രോഫിറ്റ് എടുത്ത് ആ പ്രോഫിറ്റ് കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലെ? അപ്പോ കാലാകാലം ആ കമ്പനി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എവിടെയെങ്കിലും വെച്ച് അതിനെ പോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അതിനൊന്ന് മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ കുറച്ച് പീരീഡ് ആക്കി മാറ്റിയിട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോ റിസൾട്ട് ഓഫ് ഓപ്പറേഷന് വേണ്ടി, ഫിനാൻഷ്യൽ പൊസിഷന് വേണ്ടി, ആ കമ്പനിയുടെ ലോസോ പ്രോഫിറ്റോ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ കമ്പനിയുടെ കുറെ നാളുകളുള്ള പീരീഡിനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കും, ഓരോ പീരീഡുകളായിട്ട്. അത് യൂഷ്വലി അത് എന്തായിരിക്കും? ഒരു ഇയർ ആയിരിക്കും. ഓക്കെ, അക്കൗണ്ട് ഇൻകം ടാക്സ് ആക്ട് നിങ്ങൾ പഠിച്ചോ? ഇൻകം ടാക്സ് പഠിച്ചോ? ആ, അപ്പൊ ഇൻകം ടാക്സിൽ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ഇയർ. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 April to 31 March ആണ്, അല്ലെ? ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ. അപ്പോ അതുകൊണ്ട് ഇന്ത്യയിലെ അക്കൗണ്ടിങ് ഇയറും സർവ്വസാധാരണമായിട്ട് എന്ത് തന്നെയാണ്? 1 April to 31 March ആണ്. ഓക്കെ, ഇന്ത്യയിലെ 2 types of years. കലണ്ടർ ഇയർ എന്ന് പറയുന്നത് 1 January to 31 December ആണ്. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റനിൽ മാറിയൊക്കെ വരാം. ബട്ട് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ ഇന്ത്യയിൽ അക്കൗണ്ട്സിന്റെ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ആ പീരീഡ് എന്ന് പറയുന്നത് 1 April to 31 March ആണ്. ഇനി അതിൽ തന്നെ വലിയ കമ്പനീസ് ഒക്കെ, അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ Q1, Q2, Q3, Q4 എന്നൊക്കെ പറഞ്ഞ പീരീഡിനെ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ട് പബ്ലിക്കിനെ അറിയിച്ച് പബ്ലിക്കിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡ്രൈവ് ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ, ഓൺലി ട്രാൻസാക്ഷൻസ്. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് സമയം കളയണ്ട. ഓൺലി ട്രാൻസാക്ഷൻസ് ഓഫ് ദാറ്റ്
period has to come in that year's account. അപ്പൊ ആ വർഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ആ വർഷത്തെ ട്രാൻസാക്ഷൻസിൽ വരുള്ളൂ. അല്ലെങ്കിൽ ആ വർഷവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ വർഷത്തിൽ വരും തന്നെ. ഓക്കെ, അതുപോലെയുള്ള ഒരു കൺസെപ്റ്റ് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കൺസെപ്റ്റിന്റെ പേര് നമുക്ക് പറയാം കേട്ടോ. കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ കൺസെപ്റ്റ് ഏതാണെന്ന്. ഓക്കെ, അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ഒരു ബിസിനസ്സും അതിന്റെ ഓണറും രണ്ടുപേരും രണ്ടാണ്. ഓക്കെ, ബിസിനസ്സിൽ ഓണർ കൊണ്ടുവന്നിടുന്ന പൈസക്ക് പറയുന്ന പേരെന്താണ്? ബിസിനസ്സിൽ ഓണർ കൊണ്ടുവന്നിടുന്ന പൈസക്ക് പറയുന്ന പേരെന്താണ്? ബിസിനസ്സിൽ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസക്ക് പറയുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, ക്യാപിറ്റൽ എന്നാണ് അല്ലെ? അപ്പൊ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഓണർ കൊണ്ടുവന്നിടുന്ന പൈസയാണ് അല്ലെ? ക്യാപിറ്റൽ എവിടെയാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കാറുള്ളത്? നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ എവിടെയാണ് നമ്മൾ കാണിക്കാറുള്ളത്? അസറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡിലാണ് അല്ലെ? ലയബിലിറ്റി സൈഡിലാണ്. അപ്പോ ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഓണർക്ക് കൊടുക്കാനുള്ള പൈസയാണ് ശരിക്കും ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? ഓണർ ബിസിനസ്സും രണ്ടും സെയിം ആയിരുന്നുവെങ്കിൽ ഓണർക്ക് കൊടുക്കാൻ ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഓണർ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന പൈസ ക്യാപിറ്റൽ സൈഡിൽ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോ ബിസിനസ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾ പഠിച്ചത്, നിങ്ങളുടെ ഓണർ, നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓണറുടെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ വീട്ടിലും അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. നിങ്ങൾ ആരെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തവരുണ്ടോ? ഉണ്ടാവില്ല. അപ്പോ അതുകൊണ്ട് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത് ബിസിനസ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ട്രാൻസാക്ഷൻസ് അഫക്റ്റിംഗ് ഓണർ but not the concern will not be recorded in the books of entity. Okay, transaction affecting owner, അതായത് personal transactions. എന്താണ് പേഴ്സണൽ ട്രാൻസാക്ഷൻസ്? ഈ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്തെന്നാ പറയാ? അതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയാ അല്ലെ? നമ്മൾ ഡ്രോയിങ്സ് എന്നല്ലേ പറയാ അല്ലേ? ഓണറുടെ വീട്ടിലേക്ക് മീൻ മേടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് 100 രൂപ എടുത്തുകൊണ്ട് എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുന്ന, നിങ്ങൾ ഫിനാൻസ് മാനേജർ ആയിട്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് 100 രൂപ ഓണർ മീൻ മേടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഫിഷ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നല്ല എഴുതാ. നിങ്ങൾ എന്തെന്ന് എഴുതും? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതും അല്ലെ? അത് ഓണർ പേഴ്സണലി കൊണ്ടുപോയിരിക്കുന്ന പൈസയാണ്. അപ്പൊ നമ്മൾ നമ്മളുടെ ബുക്കിൽ എൻട്രി ചെയ്യില്ല ഓണറുടെ എക്സ്പെൻസുകൾ. അതിനെ നമ്മൾ ഡ്രോയിങ്സ് ആയിട്ടേ കാണിക്കുള്ളൂ. ഓക്കെ അല്ലേ? അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ കോസ്റ്റ് കൺസെപ്റ്റ്? എന്താണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ? കോസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് വായിക്കാം. അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ആർ റെക്കോർഡഡ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ് ടു ദ കൺസേൺ ആൻഡ് നോട്ട് അറ്റ് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. നമുക്കറിയാം, നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ കുറെ വരച്ചിട്ടുണ്ടാവും. ബാലൻസ് ഷീറ്റ് വരച്ചിട്ടില്ലെങ്കിലും നമ്മൾ കുറെ ബാലൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? കുറെ ബാലൻസ് ഷീറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലസ്ട്രേഷൻ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് കുറെ ബാലൻസ് ഷീറ്റ് കിടക്കുന്നില്ലേ? നിങ്ങൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഒരു പാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ട് തൊട്ട് നിങ്ങൾക്ക് എന്താ വരയ്ക്കാനുള്ള? ബാലൻസ് ഷീറ്റും P&L ഒക്കെ അല്ലേ മൊത്തം വരയ്ക്കാനുള്ള. അപ്പൊ നിങ്ങൾ കുറെ ബാലൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ടാവും. ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് കാണിക്കുന്നത് കോസ്റ്റിലാണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്തിലാണ് കാണിക്കുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്. ആൻഡ് നോട്ട് അറ്റ് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. എല്ലാ കൊല്ലവും അസറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണോ? നമ്മൾ അസറ്റിന്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അസറ്റ് റീവാല്യൂ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത് പാർട്ട്ണർഷിപ്പിലാണ് അല്ലെ? അപ്പോ അസറ്റ്സ് നമ്മൾ മാർക്കറ്റ് വാല്യൂവിലല്ല കാണിക്കുന്നത്. അസറ്റ്സ് അതിനായ മുടക്കിൽ ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, കോസ്റ്റിലാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി കോസ്റ്റ് കൺസെപ്റ്റിൽ രണ്ടാമത് പറയുന്ന കാര്യം സ്റ്റോക്ക് which may be valued at cost or market price whichever is lower. Closing stock നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്?
ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് മേ ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ചെവർ ഈസ് ലോവർ. ഓക്കെ, നിങ്ങൾ എവിടെയും വിട്ടുപോകരുത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ചെവർ ഈസ് ലോവർ. ഓക്കെ ആണോ? കോസ്റ്റ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഒന്നുകിൽ കോസ്റ്റിലാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. വിച്ചെവർ ഈസ് ലോവർ. ഓക്കെ, whichever is lower. അപ്പോ കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ whichever is lower. അപ്പോ സ്റ്റോക്ക് കൺസെപ്റ്റ് നമ്മൾ പറയാം, കോസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ പറയാണ്. കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ആർ റെക്കോർഡഡ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് നോട്ട് അറ്റ് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. ആൻഡ് രണ്ടാമത്തെ കാര്യം പറയുന്നത് സ്റ്റോക്ക് വിച്ച് മേ ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. അവിടെ മാർക്കറ്റ് പ്രൈസ് എന്നാണ് കിടക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലൈസബിൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ മൈനസ് സെല്ലിംഗ് എക്സ്പെൻസസ്. എന്തൊക്കെയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് വെച്ചാൽ? എന്തൊക്കെയാണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ മൈനസ് സെല്ലിംഗ് കോസ്റ്റ്. ഓക്കെ ആണോ? ഇപ്പോ അതിനുള്ള സെയിൽ വാല്യൂ, അതിൽ നിന്ന് അത് ആവാൻ, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല എന്ന് വിചാരിക്കുക, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാൻ ഇനി എത്ര കോസ്റ്റ് നമ്മൾ മുടക്കണം, അത് കുറയ്ക്കണം. അതിൽ നിന്ന് ഇത് വിൽക്കാൻ എത്ര രൂപ മുടക്കാവും, കമ്മീഷൻ ആയിട്ട്, ബ്രോക്കറേജ് ആയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് വകയിൽ എത്ര രൂപ മുടക്കാവും, അതുകൂടി കുറച്ചാലാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്ന ടേമിലേക്ക് എത്താം. ഓക്കെ ആണോ? നമ്മൾ പഠിച്ച മൂന്ന് കൺസെപ്റ്റ് ഓക്കെയാണ്? ഓക്കെ ആണെങ്കിൽ പറയോ? ഓക്കെ ആണ്. നീന ഓക്കെ ആണ്. പിന്നെ നീ ഓക്കെ ആണെന്ന് പറയട്ടെ, ഞാൻ പോകും അപ്പോഴും. ഓക്കെ. അപ്പോ ഓക്കെ, അപ്പോ നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് വരുന്നത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സയൻസുകാർ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? +2 വരെ സയൻസ് പഠിച്ച കുട്ടികൾ? എനിക്കൊന്ന് അറിയാൻ വേണ്ടി. ഞാനും സയൻസ് ആയിരുന്നു. നെസ്ല സയൻസ് ആയിരുന്നു. പിന്നെ ക്ലാസ്സുകളിൽ സയൻസുകാരെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. പിന്നെ ആരും ഇല്ല ഈ 63 പേര്, 23 പേര് ഇവിടെ ഉണ്ടായിട്ട് ആരുമില്ല സയൻസുകാർ വേറെ? ഓക്കെ, അപ്പോ എന്തേലും ആയിക്കോട്ടെ, സയൻസുകാര് പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിച്ചു, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിച്ചു, ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ പഠിച്ചു അല്ലെ? ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് എന്താ? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction അല്ലെ? ഓരോ ആക്ഷനും there is an equal and opposite reaction. ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും ചുമ്മാ തല്ലി നമ്മളും തിരിച്ചു ഒരൊറ്റ ഇടി വെച്ച് കൊടുക്കും ഇല്ലേ? അപ്പോ നമ്മളെ എങ്ങനെ തല്ലുന്നു അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു തല്ലും. അപ്പോ അതുപോലെ തന്നെ അക്കൗണ്ട്സിൽ ഒരു ഡ്യുവൽ ആസ്പെക്ട് ഉണ്ട്. അക്കൗണ്ട്സിൽ ഒരു ഡെബിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഡെബിറ്റ് 500 ആണെങ്കിൽ ആ ഡെബിറ്റിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 ക്രെഡിറ്റ് ഉണ്ടാവും. അതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 500 രൂപയായിരിക്കും. ഓക്കെ, ഫോർ എവറി ഡെബിറ്റ് ദർ വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്രെഡിറ്റ്. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നുണ്ട്. ആ അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്? നിങ്ങൾക്ക് അറിയോ? എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്? എന്താ അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് അല്ലെ? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോ ആ അക്കൗണ്ടിങ് ഇക്വേഷൻ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. അപ്പോ ഒരു 2 മിനിറ്റ് കൺസെപ്റ്റിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഈച്ച് ട്രാൻസാക്ഷൻ ഹാസ് ഡബിൾ എഫക്ട്. എല്ലാ ട്രാൻസാക്ഷനും എന്തുണ്ട്? ഡബിൾ എഫക്ട് ഉണ്ട്. there is a debit and credit. അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത് എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലെ?
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്, നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കേണ്ടുന്ന ഒരു സാധനമാണ്. ഇനി ഡ്യൂ ടു ദിസ് ആസ്പെക്ട് വി ഹാവ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഈ ആസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തുള്ളത്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉള്ളത്. ഈ ആസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തുള്ളത്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉള്ളത്. ഓക്കെ, ഇനി മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്താണ്? മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് നോക്കാം. എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്? എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്? നമുക്ക് നോക്കാം. മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഈസ് accounting records only those transactions which are expressed in monetary terms. Accounting റെക്കോർഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് മോണിറ്ററി ടേംസിലുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നു, ആ ട്രാൻസാക്ഷൻസിന് മണി ഇമ്പാക്ട് ഉണ്ട് എങ്കിൽ, മോണിറ്ററി ടേംസ് ഉണ്ട് എങ്കിൽ അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? ഇൻ മോണിറ്ററി ടേംസ്. ഓക്കെ ആണല്ലോ? നമ്മളുടെ ഡെഫിനിഷനിൽ പറഞ്ഞു അല്ലെ? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകണം. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകണം. അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ സപ്പോസ് രണ്ടുപേര് ഇതിൽ രണ്ടുപേരെ ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. ഇതിൽ അക്ഷരയുണ്ട്, പിന്നെ അഫ്രാനുണ്ട്. ഓക്കെ, അപ്പോ അഫ്രാൻ എനിക്ക് പേഴ്സണലി അറിയാം, അക്ഷര. അപ്പോ അക്ഷരയും അഫ്രാനും രണ്ടുപേര് ഒരുമിച്ചാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന. രണ്ടുപേരെ പേരൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോ ആദ്യം അക്ഷര ചെന്നു എൻക്വയറിക്ക് വേണ്ടിയാണ് കേട്ടോ, അഡ്മിഷന് വേണ്ടിയല്ല. അക്ഷര ചെന്നിട്ട് CMA ഇന്റർ എനിക്ക് പഠിക്കണം, എത്ര രൂപ ഫീസ് ആവും എന്നൊക്കെ ചോദിച്ചു. അവര് നല്ല രീതിയിൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് ഒരു ബ്രോഷറൊക്കെ തന്നു വിട്ടു. അക്ഷര പുറത്തേക്ക് പോയി പേരൻസിനെ കൂട്ടി. അപ്പോ അക്ഷര വന്നു പോയി, അഡ്മിഷൻ കൺവേർട്ട് ആയിട്ടില്ല, ഉറപ്പൊന്നുമില്ല. അപ്പൊ എന്തില്ല അവിടെ ഒരു ട്രാൻസാക്ഷനോ ഇവന്റ് ഒന്നും നടന്നിട്ടില്ല. ഒരു ഇവന്റ് നടന്നു, ബട്ട് മോണിറ്ററി ഇവന്റ് അല്ല നടന്നിരിക്കുന്നു. ഓക്കെ, ബട്ട് അഫ്രാൻ പേരൻസിനെ കൊണ്ടല്ല വന്നതെന്ന് വിചാരിക്കുക. അഫ്രാൻ വന്നു, ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പോ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ക്യാഷിയറുകള് പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അഫ്രാൻ പോയ വഴിക്ക് 500 തട്ടി പിടിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം. അപ്പോ അഫ്രാൻ പോയ വഴിക്ക് ഇവര് പുറകെ ഓടി നോക്കി, പക്ഷെ സാധനം കിട്ടി, അഫ്രാനെ കിട്ടിയില്ല, പൈസയും കിട്ടിയില്ല, 500 രൂപ പോയി അല്ലെ? അപ്പോ അഫ്രാൻ വന്നപ്പോൾ എന്തുണ്ടായി? ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ലോസ് ഉണ്ടായി അല്ലെ? അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു മോണിറ്ററി എഫക്ട് വന്നു അല്ലെ? ചുമ്മാ വന്ന അഫ്രാൻ 500 രൂപയും കൊണ്ട് പോയി ഇല്ലേ? അപ്പോ there is a monetary event. അവിടെ ഒരു മോണിറ്ററി ഇവന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ മോണിറ്ററി ഇവന്റ്സ് മാത്രമേ എന്തിൽ റെക്കോർഡ് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അക്ഷര വന്നതുപോലെ തന്നെ അഫ്രാൻ പോയിരുന്നു എങ്കിൽ റെക്കോർഡ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇവിടെ അഫ്രാനെ ലോസ് ബൈ തെഫ്റ്റ് എന്ന് പറഞ്ഞ് 500 രൂപ റെക്കോർഡ് ചെയ്യണം അല്ലെ? കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് 500 രൂപ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇനി അത് മാത്രമല്ല, quantitative records are also kept as subsidiary records, but that is not part of financial account books. ക്വാണ്ടിറ്റേറ്റീവ് പാർട്സ്, അതായത് എണ്ണുന്നത് കൗണ്ടിങ് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ എണ്ണം, അതുപോലെയുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സേവ് ചെയ്യാറുണ്ട്. ബട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ വരാറില്ല എന്നുള്ളേ ഉള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് അവിടെ സ്റ്റോക്ക് ഓഡിറ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് റിയലൈസേഷൻ കൺസെപ്റ്റ്. അടുത്ത എന്താണ്? റിയലൈസേഷൻ കൺസെപ്റ്റ് ആണ്. എന്താണ് റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, വാട്ട് ഈസ് മീൻ ബൈ റിയലൈസേഷൻ കൺസെപ്റ്റ്? നമുക്ക് നോക്കാം. റിയലൈസേഷൻ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. റിയലൈസേഷൻ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് ഇൻകം ഈസ് അക്കൗണ്ടഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ വരാം. അക്ഷര വന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എൻക്വയറിക്ക് വേണ്ടിയാണ് വന്നത്. അല്ലെങ്കിൽ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അക്ഷര ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ അക്ഷര ഇവിടെ വന്നു, ഇവിടത്തെ സാധുവായിട്ടുള്ള അക്കൗണ്ടന്റ് ഓർത്തു അക്ഷര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുമായിരിക്കും എന്നോർത്ത് അയാൾ ഒരു ജേണൽ എൻട്രി ഇട്ട് വെച്ചു. അക്ഷരയുടെ നിന്ന് പൈസ കിട്ടുമെന്നുള്ള രീതിയിൽ അക്ഷര അസറ്റ് ആവും, അല്ലെങ്കിൽ അക്ഷരയുടെ നിന്ന് പൈസ കിട്ടുമെന്നുള്ള രീതിയിൽ അയാൾ ഒരു ജേണൽ എൻട്രി ഇട്ട് വെച്ചു. ബട്ട് അക്ഷര പോവും ഉറപ്പുണ്ടോ? അക്ഷര പോകുന്ന ഉറപ്പുണ്ടോ? അക്ഷര ജോയിൻ ചെയ്യുന്ന ഉറപ്പുണ്ടോ? ഇല്ല, അക്ഷര ജോയിൻ ചെയ്യുന്ന ഉറപ്പില്ല. എന്തുകൊണ്ടാ? അക്ഷര ഇതുപോലത്തെ 15 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ അക്ഷര അവിടെ വരുന്നത് വരെ, അല്ലെങ്കിൽ വന്ന് അഡ്മിഷൻ ഫീസ് തന്ന് അഡ്മിഷൻ എടുത്ത് ക്ലാസ്സിൽ കയറി ഇരിക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ആ ഇൻകത്തെ റിയലൈസ് ചെയ്യാൻ പാടില്ല. ഇൻകം ഈസ് അക്കൗണ്ടഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. ആ ഇൻകം കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രമേ റിയലൈസ് ചെയ്യാൻ പാടുള്ളൂ. റിയലൈസ്ഡ് മീൻസ് ക്യാഷ് ഈസ് റിസീവ്ഡ്.
ഒന്നെങ്കിൽ അക്ഷര ഫുൾ ഫീസ് തന്നം, അല്ലെങ്കിൽ റൈറ്റ് ടു റിസീവ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, അക്ഷരയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള ഉറപ്പ് വരണം. അതായത് അഡ്മിഷൻ ഫീ തന്ന് അക്ഷയ അവിടെ ക്ലാസ്സിൽ കയറി ഇരിക്കണം. അപ്പോ ഏകദേശം ഉറപ്പാവും കിട്ടുമെന്ന്, അല്ലെ? അപ്പോ ഇനി കിട്ടിയില്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആക്കിയാൽ ഓക്കെ ആണല്ലോ. റിയലൈസേഷൻ കൺസെപ്റ്റ്, ഇൻകം ഈസ് അക്കൗണ്ടഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. അടുത്തത് അക്രൂവൽ കൺസെപ്റ്റ്. എന്താണ് അക്രൂവൽ കൺസെപ്റ്റ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെർക്കന്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ കൺസെപ്റ്റിന് പറയുന്ന ഒരു പേര് മെർക്കന്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അക്രൂവൽ കൺസെപ്റ്റിന്റെ ഒരു പേരാണ് എന്ത്? മെർക്കന്റൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ആസ് പെർ അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. റെക്കഗ്നൈസ് ചെയ്യുന്ന വെച്ചാൽ അക്കൗണ്ട് ചെയ്യണം ഇൻ ദ അക്കൗണ്ടിങ് പീരിയഡ് ടു വിച്ച് ദേ റിലേറ്റ്. ഓക്കെ, ഏത് അക്കൗണ്ടിങ് പീരീഡിലാണോ അത് സംഭവിച്ചിരിക്കുന്നത്, ആ ഇൻകം കിട്ടിയിരിക്കുന്നത്, ആ എക്സ്പെൻസ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടാനുള്ളതായിട്ട് നിൽക്കുന്നത്, ആ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ എന്ത് ചെയ്യണം? അതിനെ റെക്കോർഡ് ചെയ്യണം. സപ്പോസ് 31 മാർച്ച് 2025 നിങ്ങൾ വിചാരിക്കുക, ഈ ഫിനാൻഷ്യൽ ഇയർ 31 മാർച്ച് 2025 നിങ്ങളുടെ കമ്പനിയിൽ, നമുക്ക് എല്ലാവർക്കും ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ 50,000 രൂപ സാലറി വാങ്ങുന്ന 2 സ്റ്റാഫുകൾ ഉണ്ട്. 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കണം. മാർച്ചിലെ പൈസ നമ്മൾ കൊടുക്കുന്നത് ഏപ്രിൽ 5-ാം തീയതിയൊക്കെയാണ്, അല്ലെ? പക്ഷെ ഇറ്റ് ഈസ് ദ സാലറി ഓഫ് മാർച്ച്. മാർച്ചിൽ പണിയെടുത്ത, മാർച്ചിൽ ഇൻകം കിട്ടിയ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട സാലറിയാണ് കൊടുക്കുന്നത്. അടുത്ത കൊല്ലമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അടുത്ത മാസമാണെങ്കിൽ പോലും, ആ ഇൻകം അല്ലെങ്കിൽ ആ എക്സ്പെൻസ്, ആ സാലറി നമ്മൾ ഈ വർഷത്തെ 31 മാർച്ച് 2025 നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് എന്ത് പറയുന്നത്? അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത്, അല്ലെങ്കിൽ അക്രൂവൽ കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നോട്ട് ഇൻ ദ പീരിയഡ് വിച്ച് ആക്ച്വൽ മണി ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ആക്ച്വൽ മണി കൊടുത്തതോ കിട്ടിയതോ ആയ ബന്ധപ്പെട്ട സമയങ്ങളിലല്ല നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡിംഗ് at the time of transaction takes place and not when the money is received. സെയില് എക്സാമ്പിൾ ആണ്. സെയിൽ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ പൈസ കിട്ടുന്നതിന് ക്യാഷ് സെയിൽ എന്ന് പറയും. സെയിൽ ചെയ്ത് അപ്പൊ തന്നെ പൈസ കിട്ടാത്തതിന് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയും. ക്രെഡിറ്റ് സെയിൽ നമ്മൾ ക്യാഷ് കിട്ടുമ്പോഴല്ല റെക്കോർഡ് ചെയ്യുന്നത്, സെയിൽ നടന്ന ആ ഇവന്റ് നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഇൻകം റിയലൈസ് ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പ് വരുമ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്? What is meant by going concern? Going concern. An entity continues its operation for a foreseeable future. ഒരു entity, ഒരു സ്ഥാപനം അത് എന്ത് ചെയ്യും? അതിന്റെ ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്ക് ഒരു കമ്പനി തുടങ്ങുമ്പോൾ ആ കമ്പനിയുടെ ധാരണ എന്താണ്? ആ കമ്പനി കാലാകാലം നിലനിൽക്കണമെന്ന്, അല്ലെ? അല്ലെങ്കിൽ നാളെ നിർത്തിപ്പോകണം എന്നുള്ള ഒരു ചിന്തയിൽ ആരെങ്കിലും കമ്പനി പണിയോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ബിസിനസ് തുടങ്ങൂ? ഇല്ല. അപ്പോ ഗോയിങ് കൺസേൺ പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് ചെയ്യുന്നത്, an entity continue its operation for a foreseeable future. ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്ക് ഒരു എൻറ്റിറ്റി എന്ത് ചെയ്യണം? അതിന്റെ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ അതർവൈസ് ലിക്വിഡേഷൻ ബേസിസ്, അല്ലാത്ത പക്ഷം ടെമ്പററി ആയിട്ട് തുടങ്ങുന്ന പാർട്ട്ണർഷിപ്പ്. എക്സാമ്പിൾ ജോയിന്റ് വെഞ്ചർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, CMA ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്, CMA CAT പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ററിൽ പഠിക്കാനുണ്ട്. ജോയിന്റ് വെഞ്ചർ ടെമ്പററി പാർട്ട്ണർഷിപ്പ് ആണ്. അങ്ങനെയുള്ള സാധനങ്ങളിൽ നമുക്ക് എന്തുണ്ടാവില്ല? അസറ്റും ലയബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അത് നാളെ നിർത്തി പോകാനുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോൺട്രാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തി പോകാനുള്ളതാണ് എന്നുള്ള ഒരു രീതിയിലാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ആ അക്കൗണ്ടിങ്ങിന് പറയുന്ന പേരാണ് ലിക്വിഡേഷൻ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗോയിങ് കൺസേൺ പ്രകാരമാണ് ഒട്ടുമിക്ക അക്കൗണ്ട്സും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബിക്കോസ് ഓഫ് ദിസ് expenditure is divided into capital and revenue expenditure and the fixed assets are valued at costless depreciation. Okay, ഇതുകൊണ്ടൊക്കെയാണ് അസറ്റും ലയബിലിറ്റിയും, അല്ലെങ്കിൽ അസറ്റും എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ വീട്ടുകാര് കാറ് മേടിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ട് 5 ലക്ഷം രൂപ ചെലവായി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി, ഓക്കെ, നമ്മളുടെ വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങി, വാഷിംഗ് മെഷീൻ തന്നെ ഇരിക്കട്ടെ, ഓക്കെ, മഴക്കാലം അല്ലേ, വാഷിംഗ് മെഷീൻ തന്നെ ഇരിക്കട്ടെ. അപ്പൊ വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോ നമ്മളുടെ വീട്ടില് അക്കൗണ്ട്സിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത നമ്മളുടെ അച്ഛനും അമ്മയും, നമ്മളുടെ ഉപ്പയും ഉമ്മയും ഒക്കെ പറയാറുണ്ട് 15,000 രൂപ ചെലവായി വാഷിംഗ് മെഷീൻ മേടിച്ച് എന്ന് പറയാറുണ്ട്, അല്ലേ? ഇല്ലേ? അല്ലെങ്കിൽ എന്ത് മേടിച്ചു കൊണ്ടുവന്നാലും അങ്ങനെ പറയാറുണ്ട്, അല്ലേ? പറയാറില്ലേ? ഉണ്ട്.
പറയാറുണ്ട്. അപ്പോ അങ്ങനെ പറയാറുണ്ടല്ലേ. അപ്പോ നമ്മൾ പറയും എന്ത്, നോ ഡാഡി ആൻഡ് മമ്മി അല്ലെങ്കിൽ പപ്പ ആൻഡ് മമ്മ, അങ്ങനെയൊന്നല്ല, ഇറ്റ് ഈസ് ആൻ അസറ്റ്, ഇറ്റ് ഈസ് ആൻ അസറ്റ് എന്ന് പറയും അല്ലെ. നമുക്കറിയാം എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവര് നോക്കുമ്പോ സിനിമയ്ക്ക് പോകാൻ 150 രൂപ ആയി കഴിഞ്ഞാലും, വാഷിംഗ് മെഷീൻ മേടിക്കാൻ 15,000 രൂപ ആയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ വീട്ടിലേക്ക് കറിക്ക് മേടിക്കാൻ 200 രൂപ ആയി കഴിഞ്ഞാലും, ദേ ഓൾ ആർ എക്സ്പെൻഡിച്ചേഴ്സ്, അതെല്ലാം എക്സ്പെൻഡിച്ചർ ആണ് ഇല്ലേ. ആൻഡ് അതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾക്കറിയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. അല്ലെങ്കിൽ എല്ലാം ചെലവായിരുന്നു. ഓക്കെ, അപ്പോ ബിക്കോസ് ഓഫ് ദിസ് the account of the whole life is divided into smaller accounting periods. ഓക്കെ, ഇതുകൊണ്ടാണ് പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് കാലാകാലം നിലനിൽക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് പീരിയോഡിസിറ്റി കൺസെപ്റ്റിന്റെ ഒരു ആവശ്യകത പോലും വരുന്നത്. ഓക്കെ, ഇനി മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ചെലവ് ഈ വർഷത്തെ ഇൻകവുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഈ വർഷത്തെ ഇൻകം ആ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെലവുകൾ ഉണ്ടെങ്കിൽ അത് ഈ വർഷം തന്നെ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് നോക്കാം. ഇഫ് എനി ഇൻകം ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ P&L account, then all the expenses incurred or to be incurred for earning this income should be debited in the same year. Okay, ഒരു എക്സ്പെൻസ് ഇൻകർ ആയിട്ടുണ്ട്, ആ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ഇൻകം ഉണ്ടോ, ആ ഇൻകം എല്ലാം എന്ത് ചെയ്യണം, ആ കൊല്ലം തന്നെ റെക്കോർഡ് ചെയ്യണം. ഇനി നേരെ തിരിച്ചും വൈസ് വേഴ്സ, എഴുതാൻ പറ്റില്ല. അപ്പൊ നേരെ തിരിച്ചും ഒരു ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം എക്സ്പെൻസുകൾ ഉണ്ടോ, ആ എക്സ്പെൻസുകളെല്ലാം എന്ത് ചെയ്യണം, ആ കൊല്ലം തന്നെ നമ്മളുടെ P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? സബ്സ്റ്റൻസ് ഓവർ ഫോം എന്താണ് സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ സബ്സ്റ്റൻസ് ഓവർ ഫോം? എന്താണ് സബ്സ്റ്റൻസ് ഓവർ ഫോം? നിങ്ങൾക്കറിയോ സബ്സ്റ്റൻസ് ഓവർ ഫോം എന്താണെന്ന്? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കോൺസെപ്റ്റ് ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് കേട്ടിട്ടുണ്ടോ? ഒരാളും കേട്ടിട്ടില്ല ദൈവമേ. ഇനി കേൾക്കാത്ത നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്താണ് സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറയാം. ആസ് പെർ കൺസെപ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ഓവർ ഫോം, the transaction should be recognized as per economic reality of the transaction and not mere legal form. Okay, ഒരു ട്രാൻസാക്ഷന്റെ ലീഗൽ ഫോമിൽ മാത്രമല്ല, അതിന്റെ എക്കണോമിക് റിയാലിറ്റി, നമ്മൾ പറഞ്ഞു മോണിറ്ററി ടേംസിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ മോണിറ്ററി ടേംസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള അമൽ കൃഷ്ണൻ, അനിറ്റ ഔസേഫ്. ഓക്കെ, അപ്പോ അനിറ്റയും അമൽ കൃഷ്ണൻ രണ്ടുപേര് ഇല്ലേ? ഈ രണ്ടുപേര് കേൾക്കുന്നുണ്ടോ? അനിറ്റയും അമൽ കൃഷ്ണയും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ അമൽ കൃഷ്ണയ്ക്ക് 1 ഏക്കർ തെങ്ങും തോപ്പുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അനിറ്റ അത് കണ്ടപ്പോൾ അനിറ്റയ്ക്ക് ഇഷ്ടപ്പെട്ടു. അനിറ്റ ചെന്ന് അമൽ കൃഷ്ണയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് ഇതിന് 1 കോടി രൂപ തരാം, 1 ഏക്കർ സ്ഥലത്തിന്, നീ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോ അമൽ കൃഷ്ണ പറഞ്ഞു, 1 കോടി രൂപയോ? കോളായി പോയല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു, ഓക്കെ തരാം, പക്ഷെ നീ ഇന്ന് തന്നെ എനിക്ക് പൈസ തന്നെ. അപ്പോ അനിറ്റ എങ്ങനെ പൈസ അടക്കി വെച്ചേക്കുന്ന കാരണം അനിറ്റ അന്ന് വൈകുന്നേരം തന്നെ കൊണ്ടുപോയി ഇത് പൈസ കൊടുത്തു. അപ്പോ അനിറ്റയുടെ ഉള്ളിൽ, അനിറ്റ അന്ന് കിടന്നുറങ്ങിയപ്പോഴും അനിറ്റയുടെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇനി ആ തെങ്ങും തോപ്പിൽ പോയി തെങ്ങേ കയറി തേങ്ങ ഇടുന്നതൊക്കെ അനിറ്റ സ്വപ്നം കണ്ടാ കിടന്നുറങ്ങുന്നത്. രാവിലെ വന്നപ്പോ ഈ അമൽകൃഷ്ണൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ കിട്ടി, ആധാരം ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ, ആധാരം ചെയ്യണം 1 ആഴ്ച കഴിഞ്ഞിട്ട് മതിയെന്ന് പാവം അനിറ്റ പറഞ്ഞിട്ടും പോയി. അപ്പൊ അമൽകൃഷ്ണൻ ആധാരം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോഴും സ്ഥലം എന്റെയാന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന തെങ്ങ് മൊത്തം വെട്ടി കൂട്ടി തെങ്ങൊക്കെ കയറ്റി വിടാൻ വേണ്ടി ഇങ്ങനെ രാവിലെ നിൽക്കാണ്. അപ്പോഴാണ് പാവ അനിറ്റ തെങ്ങീന്ന് തേങ്ങ പറിക്കാൻ വേണ്ടി 3-4 കൂട്ടുകാരിമാരെയും കൂടെ കൂട്ടി ചെല്ലുന്നത്. ഓക്കെ, അപ്പോ അമൽ കൃഷ്ണ ചെയ്തത് ശരിയാണോ അല്ലയോ?
അമൽ കൃഷ്ണ ചെയ്തത് ശരിയാണോ അല്ലയോ? അല്ല. ആ തെണ്ടി ല്ലേ അമൽ കൃഷ്ണ. അവൻ പോക്കിരിതരം കാണിച്ചു അല്ലെ. ആനിറ്റ് കൂട്ടുകാരിമാരെയും കൂട്ടി എന്ത് ചെയ്തു? അമൽ കൃഷ്ണനെ കിട്ടി കൊടുത്തു, ഇടിച്ചു, അറഞ്ചം പുറഞ്ചം ഇടിച്ചു. ഓക്കെ, അപ്പോ അങ്ങനെ ഇടിക്കാനുണ്ടായ കാരണം എന്താ? കാരണം എന്താ? അമൽ കൃഷ്ണ പറഞ്ഞു, ഞാൻ ആധാരം ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ, നീ പൈസ തന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ആസ് പെർ കൺസെപ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ഓവർ ഫോം, സബ്സ്റ്റൻസ് ഓവർ ഫോം പറയുന്നത് എക്കണോമിക് റിയാലിറ്റി. ഇവിടെ തെണ്ടിത്തരം ചെയ്തത് ആരാണ്? അമൽ കൃഷ്ണയാണ് അല്ലെ. അപ്പോ ആധാരം ചെയ്തു കൊടുത്തില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആധാരം ചെയ്ത് മേടിച്ചില്ല എന്നുള്ളത് പാവം അനിറ്റ എന്ത് ചെയ്തതാണ്? വിശ്വാസത്തിൽ ചെയ്തൊരു ഇടപാടാണ്. അപ്പൊ അതുകൊണ്ട് ലീഗൽ ഫോമിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ലീഗൽ ഫോമിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ബട്ട് എക്കണോമിക് റിയാലിറ്റി. പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ആയിട്ടുണ്ട്? ആരുടെ ആയിട്ടുണ്ട്? അനിറ്റയുടെ ആയിട്ടുണ്ട്. കേട്ടോ അമൽ കൃഷ്ണ? എക്സാമ്പിൾ നമുക്ക് വായിക്കാം. എ സെയിൽസ് ലാൻഡ് ടു ബി. എ ബിക്ക് സ്ഥലം കൊടുത്തു, എ ബിക്ക് സ്ഥലം കൊടുത്തു. ആൻഡ് ഗീവ്സ് പൊസിഷൻ ഓഫ് ദ ലാൻഡ് ടു ബി ആൻഡ് റിസീവ്സ് ഫുൾ കൺസിഡറേഷൻ. ഫുള്ള് പൈസ മേടിച്ചു, എ ഫുള്ള് പൈസ മേടിച്ചു. ബട്ട് സെയിൽ ഡീഡ് ഈസ് നോട്ട് രജിസ്റ്റേർഡ് ഫോർ വാണ്ട് ഓഫ് NOC. അതായത് ആധാരം എഴുതിയിട്ടില്ല, ആധാരം എഴുതിയിട്ടില്ല. ആസ് പെർ സബ്സ്റ്റൻസ് ഓവർ ഫോം കൺസെപ്റ്റ്, ആസ് പെർ സബ്സ്റ്റൻസ് ഓവർ ഫോം കൺസെപ്റ്റ്, എ എന്ന് പറയുന്നത് അമൽ കൃഷ്ണയാണ്, ബി എന്ന് പറയുന്നത് അനിറ്റയാണ്, ബി എന്ന് പറയുന്നത് അനിറ്റയാണ്. എ ഷുഡ് റെക്കഗ്നൈസ് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് കോൺസിക്വന്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, എക്ക് എന്ത് ചെയ്യാം? ലാൻഡ് വിറ്റതായിട്ട് അയാളുടെ ബുക്കിൽ കാണിക്കാം. അമൽ കൃഷ്ണയ്ക്ക് ലാൻഡ് വിറ്റതായിട്ട് അയാളുടെ ബുക്കിൽ കാണിക്കാം. ഇനി ആ തെങ്ങുംതോപ്പിന്റെ പരിസരത്ത് ആരെ കണ്ടുപോരുത്? അമൽ കൃഷ്ണനെ കണ്ടുപോരുത്. ഓക്കെ, ഇനി അതിനകത്ത് മേടിച്ചപ്പോൾ 50 ലക്ഷമായിരുന്നു, 1 കോടി രൂപയ്ക്ക് വിറ്റെങ്കിൽ 50 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റും അയാളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. ഓക്കെ, ഓക്കെ. ആൻഡ് ബി, പാവ അനിറ്റ, അനിറ്റ ഷുഡ് റെക്കഗ്നൈസ് ലാൻഡ് ആസ് ആൻ അസെറ്റ് ഇൻ ഹിസ് ബുക്സ്. ഓക്കെ, ഇൻ ഹിസ് അല്ല പാവം, ഇൻ ഹെർ ബുക്സ്. ഓക്കെ, അവളുടെ ബുക്കിൽ, അനിറ്റയുടെ ബുക്കിൽ അതിനെ ലാൻഡ് ആയിട്ട്, അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. ബോത്ത് വിൽ മേക്ക് സ്യൂട്ടബിൾ ഡിസ്ക്ലോഷർ, സ്യൂട്ടബിൾ ഡിസ്ക്ലോഷർ ഇൻ നോട്ട്സ് ടു അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ ആവശ്യമുള്ള ഡിസ്ക്ലോഷർ കൊടുത്താൽ മതി. ഓക്കെ ആണോ? സബ്സ്റ്റൻസ് ഓവർ ഫോം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ അല്ലേ? അടുത്തത് അടുത്തത് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ഇതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. നാളെ നമുക്ക് ജേണൽ ലെഡ്ജർ ഒക്കെ പഠിക്കാം കേട്ടോ. അപ്പോ അക്കൗണ്ടിങ് കൺവെൻഷൻസ്, ഈ സബ്സ്റ്റൻസ് ഓവർ ഫോം ഒക്കെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ആരെങ്കിലും? സബ്സ്റ്റൻസ് ഓവർ ഫോം മിണ്ടടാവേ. ഓക്കെ, ക്ലാസ്സിൽ നമ്മൾ ജില്ലായിട്ടിരിക്കണം. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആ മ്യൂട്ടൊക്കെ മാറ്റിയിട്ട് വർത്താനൊക്കെ പറയണം. ഓക്കെ, ഞാനും ഞാനും നിങ്ങളെ പോലെയുള്ള ആൾ തന്നെയാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് എനിക്കും ക്ലാസ്സിൽ നിങ്ങൾ മിണ്ടി കഴിഞ്ഞാലേ രസമുള്ളൂ. നമ്മളുടെ ലൈവ് എക്സാമ്പിൾസ് ഒക്കെ വന്നെങ്കിൽ നിങ്ങൾ മിണ്ടണം. അപ്പോ നിങ്ങളുമായിട്ട് ഞാൻ പരിചയവും, ലൈവ് വിചിത്രമായിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഇച്ചിരി കൂടി ക്ലിയർ ആവും. ഓക്കെ അല്ലേ? അപ്പൊ അക്കൗണ്ടിങ് കൺവെൻഷൻസിൽ പറയുന്നത് ഡിസ്ക്ലോഷർ ആണ്. ഡിസ്ക്ലോഷർ ആണ് ആദ്യത്തെ കൺവെൻഷൻ. ഡിസ്ക്ലോഷർ എന്താ പറയുന്നത് നോക്കാം. ഓൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ വിച്ച് ഈസ് റെലവന്റ് ഫോർ ദ പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് പ്രൊമിനന്റ്ലി ഇൻ ദ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അതായത് സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഓഫ് ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ. അത് സത്യസന്ധമായ രീതിയിലായിരിക്കും. ഓക്കെ, ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദാനിയെ കുറിച്ച്, നമ്മുടെ സെബി ചെയർപേഴ്സണെ കുറിച്ചൊക്കെ വന്നിരിക്കുന്ന റിപ്പോർട്ട്. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ കാണാറുണ്ടോ? ഓക്കെ, വാട്ട് എവർ മേ ബി, ഇടയ്ക്ക് വായിക്കാറുണ്ട്. വാട്ട് എവർ മേ ബി, ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പിയാനിലും ബാലൻസ് ഷീറ്റും അതിനകത്ത് നിങ്ങൾ മായം കലർത്താൻ പാടില്ല. അതിനകത്ത് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, മായം കലർത്താൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം. അപ്പോ അതിനാവശ്യമുള്ള, ഇതിനകത്ത് എന്തെങ്കിലും നൂലാമാലകൾ ഉണ്ടെങ്കിൽ, സപ്പോസ് ഒരു പെനാൽറ്റി അടച്ചു 1,00,000 രൂപ. ആ പെനാൽറ്റി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിങ്ങൾ കാണിച്ചിരിക്കണം.
ഓക്കെ, പെനാൽറ്റി ടാക്സ് അടച്ചതിന്റെ കൂട്ടത്തിൽ കൂട്ടി കാണിക്കല്ല, നിങ്ങൾ എന്ത് കാണിച്ചിട്ടുണ്ടാവണം? സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചില്ല എങ്കിൽ യൂസറിന് അറിയാൻ പറ്റില്ല ഇത് പെനാൽറ്റി അടച്ചതാണ്. അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊമിനന്റ്ലി അക്കൗണ്ടിങ്ങിൽ കറക്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രൂ ആൻഡ് ഫെയർ. ഓക്കെ, ട്രൂ ആൻഡ് ഫെയർ പൊസിഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്താണ്? മെറ്റീരിയാലിറ്റി, നമ്മളൊരു സ്റ്റാപ്ലറിന്റെ പിന്ന് വാങ്ങി, സ്റ്റാപ്ലറിന്റെ പിന്ന് വാങ്ങി, സ്റ്റാപ്ലറിന്റെ പിന്ന് വാങ്ങി. സ്റ്റാപ്ലറിന്റെ പിന്ന് നമ്മൾ മേടിക്കുമ്പോൾ എന്ത് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് ബോണ്ട് പേപ്പർ വാങ്ങി, എന്തായിട്ടാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക? പെറ്റി എക്സ്പെൻസ് ആയിട്ട്. ഓക്കെ, വളരെ കുറഞ്ഞ എക്സ്പെൻസ് ആയിട്ട്, മൈന്യൂട്ട് ആണ് അല്ലെ? ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ വേറെ രീതിയിൽ, സ്റ്റാപ്ലറിന്റെ പിന്നെന്ന് പറയുമ്പോൾ ബാലൻസ് ഇരിക്കുന്ന ഒരു അസറ്റ് അല്ലേ? മേടിച്ചു കൊണ്ടുവരുമ്പോ തന്നെ അടിച്ചിടിച്ച് തീർക്കുവാണോ? അല്ല, അത് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ബോണ്ട് പേപ്പർ മേടിച്ചു കൊണ്ടുവരുന്ന വഴി പ്രിന്ററിലേക്ക് വെച്ചിട്ട് 500 പേപ്പർ അടിച്ചു തീർക്കല്ല അല്ലെ? ബാലൻസ് ഇരിക്കുന്ന സാധനമാണ്. ബട്ട് അതൊരു അസറ്റ് ആണ് അല്ലെ? അതൊരു അസറ്റ് ആണ്. ബട്ട് നമ്മൾ അത് എന്തുകൊണ്ടാ പെറ്റി എക്സ്പെൻസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേഷനറി ഒക്കെ ആയിട്ട് എഴുതി കളയുന്നത്? അതിന് വലിയ മെറ്റീരിയൽ ഇമ്പാക്ട് ഒന്നുമില്ല. ഒരു യൂസറിന് ഇപ്പൊ അവിടെ ഒരു സ്റ്റാപ്ലറിന്റെ പിന്നെ ഒരു 15 ഇരുന്നു എന്ന് ഓർത്ത് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? പ്രോഫിറ്റിലോ ലോസിലോ എന്തെങ്കിലും? അല്ലെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റാപ്ലറിന് പിന്നെ അവിടെ എത്ര ഇരിപ്പുണ്ടെന്ന് നോക്കിയിട്ടാണോ? അതൊരു അസറ്റ് ആണെങ്കിൽ പോലും അത് റെലവന്റ് അല്ല, അത് റെലവന്റ് അല്ല, മെറ്റീരിയൽ അല്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോ ഓൾ മെറ്റീരിയൽ മീൻസ് ഇമ്പോർട്ടന്റ് ഓർ സിഗ്നിഫിക്കന്റ് ഐറ്റംസ് ഓർ ഇൻഫർമേഷൻ ഷുഡ് ബി പ്രോപ്പർലി അക്കൗണ്ടഡ് ആൻഡ് ഡിസ്ക്ലോസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റം, നമുക്കറിയാം ടാക്സ് ഈസ് ആൻ എക്സ്പെൻസ് അല്ലെ? ടാക്സ് ഒരു എക്സ്പെൻസ് ആണ്. ടാക്സ് ഒരു എക്സ്പെൻസ് ആണ്, റീഫണ്ടബിൾ ടാക്സ് അല്ല, ബാക്കിയുള്ളതെല്ലാം എക്സ്പെൻസ് ആണ്. 1 ലക്ഷം രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ടാക്സ് അടയ്ക്കാത്തതിന്റെ പേരിൽ ഒരു 50,000 രൂപ ഫൈൻ അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ടാക്സ് കറക്റ്റ് ടൈമിന് അടയ്ക്കുമായിരുന്നെങ്കിൽ ഈ ഫൈൻ കൊടുക്കണ്ടായിരുന്നു. ഓക്കെ, അപ്പോ 50,000 രൂപ മൊത്തം. അപ്പൊ എത്ര രൂപ പോയി? 1.5 ലക്ഷം രൂപ പോയി. ഇത് ഈ കമ്പനിയുടെ സ്ഥിരം പരിപാടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനകത്ത് ടാക്സിലേക്ക് കയറ്റി ഈ ഫൈൻ എഴുതാൻ പാടില്ല. ഫൈൻ സെപ്പറേറ്റ് ഹെഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഫൈൻ എന്താക്കണം? സെപ്പറേറ്റ് ഹെഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് മെറ്റീരിയൽ. ഓക്കെ, അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും, ഇനി ഈ ഫൈൻ 1000 രൂപയാണെങ്കിൽ പോലും ഇവർക്ക് ഇത് സ്ഥിരം ഇടപാടാണ് എങ്കിൽ, എന്ത് ചെയ്യണം? അതിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, യൂസറിന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പോ ഇനി ഇമ്മെറ്റീരിയൽ ഐറ്റം എന്നാന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഐറ്റംസ് ക്യാൻ ബി ഗിവൺ എ കൺവീനിയന്റ് അക്കൗണ്ട് ട്രീറ്റ്മെന്റ്. അതായത് അതിന് അർഹിക്കുന്ന പരിഗണന മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇമ്മെറ്റീരിയൽ, നമ്മളുടെ ലൈഫിൽ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള ആളുകളുണ്ട്, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ആളുകൾ അല്ലെ? ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ തന്നെ ഒരു 150 ഫോളോ റിക്വസ്റ്റ് വരുന്ന ഒരാവശ്യമില്ലാത്ത കുറെ ആളുകളുണ്ട് ഇല്ലേ? അവരെ നമ്മൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടിയല്ലേ ട്രീറ്റ് ചെയ്യാറുള്ളൂ? മൈൻഡ് ചെയ്യാറുണ്ടോ? മൈൻഡ് ചെയ്യാറില്ല അല്ലെ? ബട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള കുറെ ആളുകൾ, അവരെ നമ്മൾ അവരുടെ മെസ്സേജ് വരാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കാറുണ്ട് അല്ലെ? ആൻഡ് ദേ ആർ ഓൾവേസ് ഇൻ ദ ടോപ്പ്. അവരെപ്പോഴും ടോപ്പിലായിരിക്കും. അവർക്ക് നമ്മൾ എന്ത് കൊടുത്തേക്കാണ്? പ്രയോറിറ്റി കൊടുത്തേക്കാണ്. അപ്പോ ഇതിൽ അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്, പ്രയോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം വെച്ച്, അതിന്റെ എമൗണ്ട് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സ്റ്റേഷനറി, പോസ്റ്റേജ്, സച്ച് ഐറ്റംസ് ആർ ട്രീറ്റഡ് ആസ് എക്സ്പെൻസ് ഇൻ ദ പീരിയഡ് ഓഫ് പർച്ചേസ്. ആ പർച്ചേസ് ചെയ്യുന്ന നാളിൽ തന്നെ അത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈവൻ ദോ സം അൺകൺസ്യൂംഡ് ബാലൻസ് മേ ബി ദെയർ. ആരെങ്കിലും സ്റ്റേഷനറി അസറ്റ് ആയിട്ട് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ വെക്കാറുണ്ടോ? ബാലൻസ് ഷീറ്റിൽ വെക്കാറില്ലാത്തത് കൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് റെലവെന്റ്. അത് റെലവെന്റ് അല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അടുത്തത് കൺസെപ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്താണെന്ന് പറയാം. കൺസിസ്റ്റൻസി എന്താണ്? Consistency means the same principles and the same accounting principles and policies are followed which were followed for preparing previous year accounts.
പഴയ കൊല്ലത്തിൽ എന്ത് കാണിച്ചിട്ടുണ്ടോ, പഴയ കൊല്ലത്തിൽ എന്തെല്ലാം മെത്തേഡ്സ് ആണോ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ മെത്തേഡ്സ് തന്നെ ഈ കൊല്ലവും നമ്മൾ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം. തോന്നിയ മാതിരി മെത്തേഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് കൺസിസ്റ്റൻസി പറയുന്നത്. ഈ കൊല്ലം ഡിപ്രീസിയേഷന് കുറെ മെത്തേഡ് ഉണ്ട് അല്ലേ, ഡിപ്രീസിയേഷന് കുറെ മെത്തേഡ് ഇല്ലേ? ഡിപ്രീസിയേഷൻ ഏതൊക്കെയാണ് മെത്തേഡ്? ഡിപ്രീസിയേഷൻ ഏതൊക്കെയാണ് മെത്തേഡ്? SLM ഉണ്ട്, WDV ഉണ്ട് അല്ലെ, കുറെ മെത്തേഡ് ഉണ്ട്. അപ്പൊ നമുക്ക് SLM ഉം WDV എടുക്കാം. ഈ കൊല്ലം എനിക്ക് തോന്നിയപ്പോ, എനിക്ക് മൂഡ് വന്നപ്പോ ഞാൻ SLM എടുത്തു. അടുത്ത കൊല്ലം എനിക്ക് WDV എടുക്കാനുള്ള മൂടാണ്, ഞാൻ WDV എടുത്തു. ഇതൊന്നും പോരായിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കൊല്ലം ഞാൻ ആന്യുവിറ്റി എടുത്തു. കുറെ മെത്തേഡുകൾ ഞാൻ തോന്നിയ മാതിരി എടുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത് കൺസിസ്റ്റൻസി. നിങ്ങൾ എന്തെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇനി നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്യാം. കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്യാം. എപ്പോഴാണ് കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്യാം? ടു കംപ്ലൈ വിത്ത് ലീഗൽ ഓർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് വലിക്കുന്ന ഒരാള്, കഞ്ചാവ് വലിക്കുന്ന ഒരാള്, അയാള് ഇന്ത്യയിൽ ലീഗൽ ആണെന്ന് വിചാരിക്കാം. അയാള് പറയാണ്, അയാൾ എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ ഫസ്റ്റ് റുട്ടീൻ എന്ന് പറയുന്നത് ഒരു പുക എടുക്കലാണ്. അപ്പൊ അങ്ങനെ കൺസിസ്റ്റന്റ് ആണ് അയാൾ. ഹീസ് കൺസിസ്റ്റന്റ് ഇൻ സ്മോക്കിംഗ് എന്ന് പറയാം അല്ലെ. അപ്പൊ അയാള് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു ദിവസം രാത്രി 8 മണിക്ക് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് പറഞ്ഞു, മേരെ പ്യാരെ ദേശവാസിയോ, ഇന്ന് മുതൽ കഞ്ചാവ് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ കഞ്ചാവ് നിരോധിച്ചു എന്ന് പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ആണ്, നാളെ മുതൽ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ കേസാണ്. അപ്പോ അങ്ങനത്തെ പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അക്കൗണ്ടിങ്ങിന്റെ കേസിൽ എടുക്കണം കേട്ടോ, കഞ്ചാവ് വലിക്കുന്ന കേസിലില്ല, അക്കൗണ്ട്സിന്റെ കേസിൽ എടുക്കണം. ഇനി ടു കംപ്ലൈ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, AS കംപ്ലൈ ചെയ്യാൻ വേണ്ടി AS പറയാണ്, FIFO LIFO എന്ന് പറയുന്ന കുറെ മെത്തേഡുകൾ ഉണ്ട് അല്ലേ ഇൻവെന്ററി വാല്യുവേഷനിൽ. അപ്പോ FIFO LIFO ആവറേജ് മെത്തേഡ് എന്ന് പറയുന്ന കുറെ മെത്തേഡുകൾ ഉണ്ട്. AS പറയുന്നുണ്ട് ലിഫോ എടുക്കാൻ പാടില്ല. നമ്മൾ AS പറയുന്നവരെ ലിഫോ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. AS പറഞ്ഞ അന്ന് മുതൽ നമുക്ക് കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്യാം, ലിഫോ നമുക്ക് ഉപേക്ഷിക്കാം. ഓക്കെ ആണോ? മൂന്നാമത്തത് ഫോർ ബെറ്റർ പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഈ കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് എന്താണ്, ബൈ സ്റ്റാറ്റ്യൂട്ട്. 2 ടു കംപ്ലൈ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. 3 ഫോർ ബെറ്റർ പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾക്ക് 2 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിള്. അപ്പോ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിള് നിങ്ങൾ പഠിക്കണം. ഓക്കെ, സെക്കൻഡ് ടു കംപ്ലൈ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഇൻവെന്ററി വാല്യുവേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇൻവെന്ററി വാല്യുവേഷൻ അല്ലെ, ഇൻവെന്ററി വാല്യൂ ചെയ്യുമ്പോൾ FIFO LIFO ആവറേജ് മെത്തേഡ് നിങ്ങൾ കോസ്റ്റിംഗിലൊക്കെ പഠിക്കുന്നുണ്ടാവും. FIFO LIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, വെയിറ്റഡ് ആവറേജ് മെത്തേഡ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു കമ്പനി ലിഫോയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ AS2 അപ്ഡേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഇനി ലിഫോ യൂസ് ചെയ്യാൻ പാടില്ല. ലിഫോ ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് മെത്തേഡാണ്. അപ്പോ അതുവരെ 5 കൊല്ലമായിട്ട് ലിഫോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മാറാം. വേണമെങ്കിൽ അല്ല, മാറിയേ പറ്റുള്ളൂ. കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ ആണോ? ഇനി 4ാമത്തെ കൺവെൻഷൻ ഓഫ് പ്രൂഡൻസ് കൺവെൻഷൻ അല്ലെങ്കിൽ കൺസർവേറ്റിസം അപ്രോച്ച്. എന്താണ് കൺസർവേറ്റിസം അപ്രോച്ച്? നമുക്ക് നോക്കാം. എന്താണ് കൺസർവേറ്റിസം അപ്രോച്ച് നോക്കാം. ആന്റിസിപ്പേറ്റ് എവറി ഫ്യൂച്ചർ ലോസസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഡു നോട്ട് ആന്റിസിപ്പേറ്റ് എനി ഫ്യൂച്ചർ ഗെയിൻ അൺലെസ് ഇറ്റ് ഈസ് വെർച്വലി സർട്ടൈൻ. അതായത് നമ്മൾ അവിടെ പറഞ്ഞു, റിയലൈസേഷൻ കൺസെപ്റ്റിൽ പറഞ്ഞു, ഇൻകം കിട്ടുമെന്ന് ഉറപ്പായാൽ മാത്രമേ ഇൻകത്തെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. അതിവിടെ ഒന്നുകൂടി പറഞ്ഞു. പ്ലസ് ഒരു കാര്യം കൂടി പറഞ്ഞു, ആന്റിസിപ്പേറ്റ് എവറി ഫ്യൂച്ചർ ലോസസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഓരോ നഷ്ടങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ആന്റിസിപ്പേറ്റ് ചെയ്യണം. ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കേട്ടിട്ടുണ്ട്.
എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്? കിട്ടാനുള്ള പൈസയിൽ നമുക്ക് തോന്നുകയാണ് ഇതിനകത്തുള്ള ജോയൽ ബിജു എന്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ ജോയൽ ബിജു, എനിക്ക് തോന്നുകയാണ് ജോയൽ ബിജു മിക്കവാറും പൈസ തരാനുള്ള ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ജോയൽ ബിജു പൈസ തരാനുള്ള ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ 1,00,000 രൂപയുടെ സാധനം കൊടുത്തിട്ടുണ്ട്. ജോയൽ ബിജുവിന് ഞാൻ 2,000 രൂപ എനിക്ക് തരില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാണ് ജോയൽ ബിജുവിന് ഞാൻ 2,000 രൂപ പ്രൊവിഷൻ ഇട്ട് വെക്കുകയാണ്. ഇനി 98,000 ആയിരിക്കും അവന്റെ ഇത് കിട്ടുള്ളൂ. അവൻ എവിടെ നിന്ന് മേടിച്ചാലും 2,000 രൂപ കുറച്ചാ കൊടുക്കാറുള്ളൂ എന്ന് എന്റെ അടുത്ത് ആരോ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2,000 രൂപ പ്രൊവിഷൻ ഇട്ടു. അല്ലെ, കിട്ടില്ല എന്ന് പക്ഷെ ഉറപ്പായിട്ടില്ല. പാവം ജോയൽ ബിജു പൈസ ഇല്ലാത്ത കാരണമാണ് എല്ലായിടത്തും 2,000 രൂപ കുറച്ചു കൊടുത്തത്. അപ്പോ 2,000 രൂപ ഞാൻ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യാണ്. 2,000 രൂപ ഞാൻ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പോകുന്നു. എന്താണ്, കിട്ടില്ല എന്ന് ഉറപ്പൊന്നും ആയിട്ടില്ല അല്ലെ, ബട്ട് ഞാൻ കിട്ടില്ല എന്ന് സംശയിച്ചതിന്റെ പേരിൽ ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യാണ്. ഫ്യൂച്ചറിൽ 2,000 രൂപ എനിക്ക് ജോയൽ ബിജുവിന്റെ വകയിൽ, ജോയൽ ബിജുവിന് സാധനം കൊടുത്ത വകയിൽ നഷ്ടം വരുമെന്ന് കരുതി ഞാൻ ഇന്നേ ഒരു എക്സ്പെൻസ് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോ എക്സ്പെൻസോ ലയബിലിറ്റിയോ അല്ലെങ്കിൽ ലോസോ എക്സ്പെൻഡിച്ചറോ എന്ത് ചെയ്യണം, ആന്റിസിപ്പേറ്റ് ചെയ്യണം. ഫ്യൂച്ചറിൽ വരുമെന്ന് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്പെൻസ് ഇട്ട് വെക്കണം. ആൻഡ് ഡു നോട്ട് ആന്റിസിപ്പേറ്റ് എനി ഫ്യൂച്ചർ ഗെയിൻ. ഫ്യൂച്ചറിൽ വരുമെന്നുള്ള, ഞാൻ ഇന്ന് രാവിലെ വന്ന വഴിക്ക് ഇവിടെ ഭാവന ഒരു ചേട്ടൻ പെട്രോൾ അടിക്കാൻ നിന്നപ്പോ ചേട്ടൻ ലോട്ടറിയും കൊണ്ടുവന്ന് ഭാവന ചേട്ടനെ കണ്ടപ്പോ പാവം തോന്നി, ഒരു 5 ലോട്ടറി അങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഭാവനയുടെ കമ്പനിയാണ് കേട്ടോ, രാവിലെ വന്നിട്ട് 5 ലോട്ടറിക്ക് 10 ലക്ഷം രൂപ വെച്ച് അടിക്കും എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ എഴുതി വെച്ചു. ഓക്കെ, ഇൻകം 50 ലക്ഷം ഇൻകം ഫ്രം ലോട്ടറി അടിച്ചത് 50 ലക്ഷം എഴുതി വെച്ചു. എഴുതി വെക്കാൻ പാടുണ്ടോ? ഭാവന MS പാടുണ്ടോ? പാടില്ല. ഓക്കെ, അപ്പോ ആന്റിസിപ്പേറ്റ് എവരി ഫ്യൂച്ചർ ലോസസ് ആൻഡ് ഡു നോട്ട് ആന്റിസിപ്പേറ്റ് എനി ഫ്യൂച്ചർ ഗെയിൻസ്. ഓക്കെ ആണല്ലോ? അപ്പോ പാടില്ല എന്നാണോ? മനസ്സിലായല്ലോ? എക്സ്പെൻസ് ആൻഡ് ലയബിലിറ്റീസ് ആർ നോട്ട് അണ്ടർസ്റ്റേറ്റഡ് ആൻഡ് ഇൻകംസ് ആൻഡ് അസറ്റ്സ് ആർ നോട്ട് ഓവർസ്റ്റേറ്റഡ്. ഒരിക്കലും എക്സ്പെൻസും ലയബിലിറ്റിയും അണ്ടർസ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല, കുറച്ച് കാണിക്കാൻ പാടില്ല. കൂട്ടി കാണിക്കാമെന്നല്ല, കുറച്ച് കാണിക്കാൻ ഒരു കാലത്തും പാടില്ല. ഓക്കെ, എക്സ്പെൻസും ലയബിലിറ്റിയും കുറച്ച് കാണിച്ചാലുള്ള വിഷയം, ഇൻവെസ്റ്റർ വരുമ്പോൾ ഇൻവെസ്റ്റർ ഓർക്കും ഇവിടെ വലിയ ചെലവൊന്നുമില്ല, വലിയ ലയബിലിറ്റി ഒന്നും ഇല്ലാത്ത നല്ല കമ്പനിയാണെന്ന് ഓർക്കും, ഇൻവെസ്റ്റർ വേഗം ചാടി വീഴും. അതുകൊണ്ട് അത് പാടില്ല. ഓക്കെ, ഒട്ടും പാടില്ല. ഇൻകംസ് ആൻഡ് അസറ്റ്സ് ആർ നോട്ട് ഓവർ സ്റ്റേറ്റഡ്. ഇൻകവും അസറ്റും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല, കൂട്ടി കാണിക്കാൻ പാടില്ല. ഇൻകം അസറ്റും ഓവർ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇൻകം ഒരുപാടുള്ള കമ്പനിയാണെന്ന് ഓർക്കും, കൂട്ടി കാണിച്ചു കഴിഞ്ഞാൽ അല്ലെ, അയാൾ മിസ്ലീഡ് ആവാൻ ചാൻസ് ഉണ്ട്, വരുന്ന ഇൻവെസ്റ്റർ അല്ലെങ്കിൽ വരുന്ന എക്സ്റ്റേണൽ യൂസർ. അസറ്റ് കൂട്ടി കാണിച്ചാലും ഇവിടെ കണ്ടമാനം ആസ്തിയുള്ള കമ്പനിയാണ്, അതുകൊണ്ട് ഇവിടെ ഷെയർ കൂടിയേക്കാൻ ഓർക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ എക്സ്പെൻസസ് ആൻഡ് ലയബിലിറ്റീസ് ആർ നോട്ട് അണ്ടർസ്റ്റേറ്റഡ് ആൻഡ് ഇൻകംസ് ആൻഡ് അസറ്റ്സ് ആർ നോട്ട് ഓവർ സ്റ്റേറ്റഡ്. ഓക്കെ ആണോ? ഇനി ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ്, ഇതുകൂടി നമുക്ക് പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്താണ്? ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിങ്ങിൽ ഈ 3 കൺസെപ്റ്റ്സും ഈ 3 കൺവെൻഷൻസും ഈ 3 എണ്ണത്തിൽ പെടുന്ന 3 എണ്ണവും എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഒന്നാമത്തത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ എന്താണ്? ഗോയിങ് കൺസേൺ. ആണ്. ഗോയിങ് കൺസേൺ എല്ലാ കമ്പനീസും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. കൺസിസ്റ്റൻസി എല്ലാ കമ്പനിയും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അൺലെസ് വിത്തൗട്ട് ദ 3 റീസൺസ്. മേളിൽ പറയുന്ന 3 റീസൺസിൽ എന്ത് ചെയ്യാം? കൺസിസ്റ്റൻസി വയലേറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം കൺസിസ്റ്റൻസി ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അക്രൂവൽ കൺസെപ്റ്റ്. ഓക്കെ, ഡ്യൂ ബേസിസിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഈ വർഷത്തെ ചെലവും ഈ വർഷത്തെ ഇൻകവും എല്ലാം ഈ വർഷം തന്നെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസിന് പ്രത്യേകിച്ച് ഡിസ്ക്ലോഷറിന്റെ ഒന്നും ആവശ്യമില്ല. അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഡിസ്ക്ലോഷറിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഡിസ്ക്ലോഷർ ഈസ് നെസസറി ഇഫ് ദേ ആർ നോട്ട് ഫോളോ. ഓക്കെ, ഡിസ്ക്ലോഷർ നെസസറി ആണ്, അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഡിസ്ക്ലോഷർ നെസസറി ആണ്. എപ്പോ? ഇത് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ. ഓക്കെ ആണല്ലോ? ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഫോളോ ചെയ്യാത്ത പക്ഷം, ഫോളോ ചെയ്യുന്നില്ല എന്ന് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എഴുതി വെക്കണം. ഈ ഒരു സാധനം ഫോളോ ചെയ്യുന്നില്ല, ഗോയിങ് കൺസേണോ കൺസിസ്റ്റൻസിയോ അക്രൂവലോ ഇതിലേതെങ്കിലും ഒന്നും ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ എന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ നോട്ട്സിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവണം. ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എഴുതി വെക്കുന്നുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുന്ന സാധനമാണ്. ഓക്കെ ആണോ?
ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിനടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ.